بسم الله الرحمن الرحيم. قد جاءكم من الله كتاب قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم. സ്നേഹ ബഹുമാനമുള്ള സഹോദരന്മാരെ, ജാതി മത ഭേദമന്യേ ഈ ശബ്ദം ശ്രവിക്കുന്ന സർവ സഹോദര സഹോദരിമാർക്കും ആമുഖമായി ആശംസകൾ അർപ്പിക്കുന്നു. നോട്ടീസിൽ നിങ്ങൾ വായിച്ചതുപോലെ ഖുർആൻ കൈവിട്ട് കുഴിയിൽ ചാടിയ മുജാഹിദ് പ്രസ്ഥാനം എന്നതാണ് ഇന്നത്തെ ഇവിടുത്തെ ചർച്ചാ വിഷയം. ഖുർആൻ കൈവിട്ടതുകൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടിലെ ഒരു സംഘടനകൾ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആഗോളാടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളായി അറിയപ്പെടുന്ന സൗദി അറേബ്യ, മറ്റ് അറബ് രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, ഈ സ്ഥലങ്ങളിലൊക്കെയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. 100% മുസ്ലിങ്ങൾ മാത്രം ഉള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അതേപോലെ അറേബ്യൻ കൺട്രികൾ പലതും 90% വരുന്ന മുസ്ലിം ജനസംഖ്യയാണ് പാകിസ്ഥാനിലുള്ളത്. അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന നരവേട്ട നാം ദൈനംദിനം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 40 ആളുകളിൽ കുറഞ്ഞ ഒരു മരണം അവിടെ സംഭവിക്കാറില്ല. പള്ളികളിലാണ് മരണം പലപ്പോഴും അരങ്ങേറുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ആ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ എത്തുന്നത് അവിടുത്തെ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങൾക്കെതിരെ വെടിയുതിർക്കുന്നത് അതും മുസ്ലിങ്ങളാണ്. അവിടെ ബിജെപിക്കാരില്ല, RSSകാരില്ല, ബജ്രംഗളില്ല, മറ്റു മുസ്ലിം വിരുദ്ധ ശക്തികളൊന്നും അവിടെയില്ല. എന്നിട്ടും സ്വസ്ഥമായി ഒരു പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പോലും അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ആകുന്നില്ല. ആരെക്കൊണ്ട്? അവിടുത്തെ മുസ്ലിങ്ങളെ കൊണ്ട്. ഇതേപോലെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നാം പത്ര മാധ്യമങ്ങളിലൂടെ മനുഷ്യനെ ഞെട്ടിക്കുന്ന, മാനവന്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സൗദി അറേബ്യയിൽ നിന്ന് നാം കേൾക്കുകയുണ്ടായി. അവിടുത്തെ ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, അവിടുത്തെ ഭാഷയിൽ മുസവ്വ എന്ന, നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു മുസ്ലിയാർ എന്ന് അറിയപ്പെടുന്ന ഒരു ഉന്നത പണ്ഡിതൻ സ്വന്തം മകളെ, 5 വയസ്സായ സ്വന്തം മകളെ പല പ്രാവശ്യം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ദാരുണമായ
മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത 100% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇസ്ലാമിക ഭരണം നടക്കുന്ന സൗദി അറേബ്യയിൽ, അതും ഒരു ഇസ്ലാമിക പണ്ഡിതനിൽ നിന്ന് സ്വന്തം മകളെ വളരെ ദാരുണമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം അരങ്ങേറിയത്, സാധാരണ സൗദി അറേബ്യയിൽ ഇത്തരം ഒരു കൊലക്കുറ്റം നടത്തിയാൽ ആ വ്യക്തിക്ക് തലവെട്ടൽ ശിക്ഷയാണ്, വധശിക്ഷയാണ്. പക്ഷേ അയാളിൽ നിന്ന് ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അയാളെ വിട്ടയച്ചു എന്ന ഒരു വാർത്ത കൂടി നാം അതിന്റെ പിന്നിൽ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സംഘടനയെ കേരളത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ മാത്രം ഒതുങ്ങി കഴിയുന്ന ഒരു സംഘടനയെ മാത്രം പരാമർശിക്കലല്ല. ഞാൻ അത് പരാമർശിക്കാൻ കാരണം മുജാഹിദുകൾക്ക് ഭരണമുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. സലഫി പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇങ്ങനെ ഏത് ഭരണം വന്നിട്ടോ, ഏത് ജാതിക്കാര് വന്നിട്ടോ, ഏത് ഗ്രൂപ്പുകാര് ഭരിച്ചിട്ടോ പ്രയോജനമില്ല. ഇതിന്റെയൊക്കെ അവസ്ഥ എന്താണ്, ഈ തരത്തിൽ തരം താഴാൻ കാരണം എന്നതിനെ കുറിച്ചുള്ള ഒരു പരിശോധനയാണ് നാം ഇവിടെ നടത്തുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയെക്കുറിച്ചും ആ പ്രസ്ഥാനം ഇവിടെ നമ്മുടെ നാട്ടിൽ നടത്തിയ അനുപമമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്വാഗത പ്രസംഗകൻ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായിരുന്നു ഒരു കാലത്ത് കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാം. 100% കൂടിരുട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത. തുമ്മിയാലും തലവേദനയുണ്ടായാലും നിസ്സാരമായ ഒരു പനി പിടിച്ചാലും ഡോക്ടറെ കാണുന്നതിന് പകരം മറ്റു പല ഹോമങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും മാത്രം ശീലിച്ചിരുന്ന ഒരു ജനത. ഇതേപോലെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അല്ലാഹുവല്ലാത്ത ആളുകളുള്ള പ്രാർത്ഥന, ശവകുടീരങ്ങൾക്ക് സുജൂദ് തുടങ്ങിയ എന്തൊക്കെയുണ്ടായിരുന്നോ, എന്തൊക്കെ ഉണ്ടാകാൻ പാടില്ലായിരുന്നോ അതെല്ലാം മുസ്ലിം സമുദായത്തിലുണ്ടായിരുന്നു. ആ സമയം ഈ സമുദായത്തിന്റെ ഉയർച്ചയിലും വളർച്ചയിലും ആഗ്രഹമുണ്ടായിരുന്നു. ഈ സമുദായം ഉന്നതി പ്രാപിക്കണമെന്ന് ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി ആഗ്രഹിച്ചിരുന്ന ഒരു പറ്റം പണ്ഡിതന്മാർ രംഗത്ത് വരികയും ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രതാപം തിരിച്ചെടുക്കണമെന്ന വാർത്തയിൽ അവർ യാതൊരു സംശയവും വേണ്ട. മുസ്ലിം കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ, മുസ്ലിം ബഹുഭൂരിപക്ഷത്തിന്റെ ഇന്നത്തെ അവസ്ഥ നാം ഒന്ന് വിലയിരുത്തുമ്പോൾ നമുക്കൊരു ബോധ്യമാകും. മുസ്ലിം കൈരളിയിൽ നിന്ന് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ തകർക്കപ്പെട്ടു, അതെല്ലാം അറിയപ്പെട്ടു എന്ന് നാം പലപ്പോഴും പലരും പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും മുസ്ലിം ബഹുഭൂരിപക്ഷം ഇന്നും വ്യക്തമായ കലർപ്പില്ലാത്ത ശിർക്കിൽ നിന്ന് മോചിതരായില്ല എന്നതിന് 100 തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ചെറിയ ഒരു ഉദാഹരണം, നമ്മുടെ മുസ്ലിം ബഹുഭൂരിപക്ഷത്തിന്റെ പള്ളികളോ മറ്റു സ്ഥാപനങ്ങളോ വീടുകളോ പരിശോധിച്ചാൽ അവിടെ നിങ്ങൾക്ക് കാണാം ഒരു മൗലിദിന്റെ കിതാബ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും വിശാലമായി കടക്കുവാൻ ഇപ്പോൾ ഈ വേദിയിൽ ആഗ്രഹിക്കുന്നില്ല. കാരണം വിഷയങ്ങൾ പലതും എനിക്ക് ഇവിടെ ചർച്ച ചെയ്യുവാനുണ്ട്. മുസ്ലിം കൈരളി അതല്ലെങ്കിൽ മുസ്ലിം ബഹുഭൂരിപക്ഷം ഇന്നും അല്ലാഹു ഒരിക്കലും പൊരുത്തപ്പെടാത്ത പുറക്കുകയില്ലെന്ന് ഖുർആൻ തീർത്തും പ്രഖ്യാപിച്ച ശിർക്കിൽ നിന്ന് മോചിതരായിട്ടില്ല എന്നതിന് വ്യക്തമായ ഒരു ഉദാഹരണം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ഭാഗം പരാമർശിക്കുന്നത്. അങ്ങനെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മുസ്ലിം ബഹുഭൂരിപക്ഷത്തിന്റെ പള്ളികളും മറ്റു സ്ഥാപനങ്ങളും വീടുകളും നാം പരിശോധിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഒരു മൗലിദിന്റെ കിതാബ് കാണും. ആ മൗലിദിന്റെ കിതാബിൽ മഹ്മൂദ് മാല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മാലയുണ്ട്.
ആ മാലയിൽ പറയുന്ന രണ്ടേ വരി മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. മീമദീന അഹ്മദ് ഞാനെന്ന് ചെന്നോവർ, വീണ്ടും അയിന്നത്ത അറബ് ഞാൻ എന്നോവർ. അഹ്മദിൽ നിന്ന് മീമ് പോയാൽ എന്താണോ അത് ഞാനാണ്. അതെന്താണത്? അഹ്മദ് എന്ന വാക്കിൽ നിന്ന് മീമ് നഷ്ടപ്പെട്ടാൽ അഹദ് അത് ഞാനാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞപ്പോൾ വീണ്ടും അഥവാ വീണ്ടും അയിന്നത്ത അറബ് ഞാൻ എന്നോവർ. അറബ് എന്ന വാക്കിൽ നിന്ന് അയിന് നഷ്ടപ്പെട്ടാൽ എന്താണോ ബാക്കിയാകുക അത് റബ്ബ്, അതും ഞാൻ തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹുവിന്റെ തെറ്റുപറ്റാത്ത ഗ്രന്ഥം വായിക്കുവാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും പറയാൻ സാധിക്കാവില്ലായിരുന്നു. അല്ലാഹുവാണ് അഹദ്, അവന് തുല്യമായ മാനമില്ല, അവന് തുല്യതയോടുകൂടിയാവുന്നില്ല. അവനെ പോലോത്ത യാതൊന്നുമില്ല, അവനോട് തുല്യമാകുന്ന, അവനോട് തുല്യപ്പെടുന്ന യാതൊന്നുമില്ല. ولم يكن له كفوا احد قل هو الله احد. ഇതാണ് വളരെ വളരെ സിമ്പിളായി പറയുന്ന ഇസ്ലാമിന്റെ തൗഹീദിന്റെ ഒരു വാക്യമാണ്. അതേപോലെ അവനാണ് നിങ്ങളുടെ റബ്ബ്. അല്ലാഹു ഏതാണ്? അല്ലാഹു നിങ്ങൾക്ക് വെള്ളം വർഷിക്കുന്നവൻ, നിങ്ങൾക്ക് ഭൂമിയെ താമസിക്കാൻ പാകത്തിൽ സജ്ജീകരിച്ചവൻ, നിങ്ങൾക്ക് സകല സൗകര്യങ്ങളും ഒരുക്കി തരുന്നവൻ, ഇല്ലായ്മയില്ല നിങ്ങളെ ശ്രമിച്ചവൻ, നിങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവൻ. അവനാണ് നിങ്ങളുടെ റബ്ബ്. പക്ഷേ മുസ്ലിം ബഹുഭൂരിപക്ഷം ഇന്നും പറയുന്നു ആധികാരികമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾ എന്ത് എവിടെ പറയുമ്പോഴും അതിന് ആധികാരിക സ്വഭാവം ഉണ്ടാകും. മൗലിദ് കിതാബിൽ മഹ്മൂദ് മാല എന്ന പേരിൽ എന്നും നിങ്ങൾക്ക് വീടുകൾ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും. അഹ്മദിലെ മീമ് പോയാലുള്ള അഹദ് ഞാനാണ്, അറബ് എന്ന വാക്കിലെ അയിന് പോയാലുള്ള റബ്ബ് ഞാനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന 24 പേരക്കുള്ള അശാസ്ത്രീയമായ ചരിത്രത്തിനോട് യാതൊരു ബന്ധവും പുലർത്താത്ത തെറ്റുകൾ അതിൽ ഏറെയുണ്ട്. അത് ആ ഭാഗം കൂടുതൽ വിസ്തരിക്കുന്നില്ല. അതിൽ കാണാൻ ഞങ്ങൾക്ക് ആദം നബി 51 മകനായി, ആദം നബി 51 മകനായി ആമിന എന്നോർക്ക് അബ്ദുള്ള തെറ്റോവർ മറ്റൊരു വരിയാണ്. ഇത് ശാസ്ത്രീയമാണ്, ചരിത്രപരമായി വ്യത്യസ്തമാണ്. ആദം നബിയുടെ 51ാമത്തെ പുത്രനാണത്രേ മുഹമ്മദ് നബി. അപ്പോ അതെത്ര വർഷമുണ്ട്, എത്രത്തോളം അകലെയുണ്ട്, എത്ര സമയമുണ്ടൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ അത്തരം അബദ്ധങ്ങൾ അതിലുള്ളതിന് പുറമെ ഇസ്ലാമിന്റെ തൗഹീദിനെ ഖുർആനിന്റെ കടക്ക് കത്തിവെക്കുന്ന ഒരു വലിയ ഭയങ്കരമായ സംഭവം എന്ന നിലക്കാണ് ഞാൻ ആദ്യത്തെ കേൾപ്പിക്കൽ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മാറ്റങ്ങൾ ഏറെ സംഭവിച്ചു, കാലം ഏറെ പുരോഗമിച്ചു, പഠനങ്ങൾ ഏറെ ഉയർന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യയും വളരെ വളർന്നു വലുതായി. ഈ കാലഘട്ടത്തെ ഇത്രയും ചിന്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന പഠനങ്ങളും ഗവേഷണങ്ങളും ചിന്തകളും നടത്തുന്നു എന്ന് പറയപ്പെടുന്ന ഈ 21ാം നൂറ്റാണ്ടിൽ മുസ്ലിം ബഹുഭൂരിപക്ഷത്തിന്റെ വിശ്വാസം ഇതാണെങ്കിൽ ഒരു 100 വർഷം മുൻപ് ഈ മുസ്ലിം കൈരളിയുടെ ചരിത്രം ഊഹിക്കാൻ പോലും നമുക്ക് സാധ്യമാകുന്നില്ല. അത്രത്തോളം അന്ധതയിലും അത്രത്തോളം അനാചാരങ്ങളിലും ഒളിച്ചു മുങ്ങിക്കിടന്നിരുന്ന ഈ മുസ്ലിം സമുദായത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിസ്തുലരായ നിസ്വാർത്ഥരായ പണ്ഡിതന്മാർ രംഗത്ത് വന്ന് ഒരുപാട് വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് അവർ നേരിട്ടു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ നാട്ടിൽ ഏതെല്ലാം രൂപത്തിലുള്ള വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കാലത്ത് മുസ്ലിം കേരളം അന്ധവിശ്വാസ രാജ്യത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ആ സമയത്താണ്
സ്വന്തം ശരീരത്തിന്റെ സുരക്ഷിതത്വം പോലും നോക്കാതെ വെളിയങ്കോട്ടുകാരനായ സനാഹുല്ലാഹി തങ്ങൾ രംഗപ്രവേശനം ചെയ്യുന്നത്. ആ മഹാനുഭാവങ്ങളുടെ ചരിത്രം വ്യത്യസ്തമാണ് മറ്റു പലരിൽ നിന്നും. എന്തേ കാര്യമെന്നറിയുമോ? ഒരേ സമയത്ത് രണ്ട് സമുദായത്തിലെ പുരോഹിതന്മാരെ ഒരുപോലെ നേരിടേണ്ടി വന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ ഹതഭാഗ്യനാണ് അദ്ദേഹം. ഒന്ന് സ്വന്തം സമുദായത്തിലെ പുരോഹിതന്മാർ, മറ്റൊന്ന് ക്രിസ്തീയ പുരോഹിതന്മാർ. അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ വേറുറച്ചുപോയ മൂടറച്ചുപോയ അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ ഇവിടുത്തെ പാരമ്പര്യവാദികളായ പുരോഹിതന്മാർ അദ്ദേഹത്തെ നേരിട്ടു. ഇസ്ലാമിന്റെ തൗഹീദിനെ എതിർക്കുകയും മുഹമ്മദ് നബിയെ കരിവാരി തേക്കുകയും ഖുർആനിനെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ക്രിസ്തീയ പുരോഹിതന്മാർ ആ നിലയ്ക്ക് പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഖുർആനിലൂടെ അവർക്കെതിരെയും പ്രവർത്തിക്കേണ്ടെന്ന ഒരവസ്ഥ ഒരേ സമയത്ത് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരൊറ്റ ക്രിസ്ത്യൻ പാതിരിക്ക് അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ സാധിക്കാത്തൊരവസ്ഥ സംജാതമായി. ക്രിസ്തീയ പുരോഹിതന്മാർ ഇസ്ലാമിനെതിരെ ഖുർആനിനെതിരെ പച്ചക്കളവുകൾ എവിടെയൊക്കെ പ്രചരിപ്പിക്കുന്നുവെന്ന ഒരു സൂചന അദ്ദേഹത്തിന് എത്തിയാൽ മതി, അവിടെ പറന്ന്. അങ്ങനെ ഇരിക്കെ ഒരു സമയത്ത് മുസ്ലിം പുരോഹിതന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ഒരു ഫത്വ ഇറക്കി. സനാഉല്ലാഹി എന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയം ക്രിസ്തീയ പുരോഹിതന്മാർ വളരെയേറെ സന്തോഷിച്ചു. കാരണം ഇപ്പോൾ നമുക്ക് നല്ലൊരു ചാൻസാണ്, എന്തും ഇവിടെയും പറയാം. സനാഉല്ലാഹ് നമ്മെ നേരിടുകയില്ല, നേരിട്ടാൽ തന്നെ അദ്ദേഹം മുസ്ലിമല്ല എന്ന ഇവരുടെ പ്രഖ്യാപനം നമുക്ക് കാണിച്ചു കൊടുക്കാം എന്ന നിലയ്ക്ക് ക്രിസ്തീയ പുരോഹിതന്മാർ കൊടുങ്ങല്ലൂരിനടുത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും സനാഉല്ലാഹി മക്തങ്ങളുമായി സംവാദങ്ങളിൽ തറപറ്റുപോയ ക്രിസ്തീയ പുരോഹിതന്മാർ ഞെളിഞ്ഞു നിന്നുകൊണ്ട് വെല്ലുവിളിക്കാൻ തുടങ്ങി. എവിടെ ആരുണ്ട്? ഞങ്ങളുടെ വാദങ്ങൾക്ക് മറുപടി പറയാൻ ആരുണ്ട്? ആ സമയത്ത് ഇത് കേട്ടറിഞ്ഞ സനാഉല്ലാഹി തങ്ങൾ ഉടനെ തന്നെ സ്റ്റേജിലേക്ക് ചാടിക്കയറിക്കൊണ്ട് പറഞ്ഞു, ഞാനുണ്ട്, സനാഉല്ലാഹി എന്ന് പറയുന്നത് ഞാനുണ്ട്, മറുപടി പറയാൻ. ഉടനെ തന്നെ ക്രിസ്തീയ പുരോഹിതന്മാർ ആ പത്രക്കുറിപ്പ് എടുത്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ വെല്ലുവിളിച്ചത് നിങ്ങളെയല്ല, മറിച്ച് മുസ്ലിമിനെയാണ്. നിങ്ങൾ മുസ്ലിമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ നിങ്ങളുടെ സംഘടനയിലെ സമുദായത്തിലെ ആളുകൾ ഫത്വ പുറപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ വേണ്ട, മുസ്ലിമിനെ വേണം. ബുദ്ധിമാനായ സനാഉല്ലാഹി തങ്ങൾ ഒരു ഐഡിയ പ്രയോഗിച്ച് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇപ്പോൾ ഞാൻ ഒരു മുസ്ലിമാണ്. ഒരാൾ മുസ്ലിമാകണം ഇത് ചൊല്ലിയാൽ മതി. അത് മതിയോ എന്നത് മറ്റൊരു ചർച്ചയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അത് ചൊല്ലിയുണ്ടെന്ന് മുസ്ലിം ആകില്ല. പക്ഷെ ആ ചർച്ച ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നില്ല. ഏതായാലും അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി ഒരു മുസ്ലിമാണ്, ഇനി എനിക്ക് ആ വെല്ലുവിളി സ്വീകരിക്കാം, നിങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തീയ പുരോഹിതന്മാർ സ്റ്റേജ് വിട്ട് ചാടി ഓടിപ്പോയ രംഗം ഈ കേരളം കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരേ സമയത്ത് മുസ്ലിം സമുദായത്തിലെ ഒപ്പം ക്രിസ്തീയ പുരോഹിതന്മാരെയും ഒപ്പം നേരിടേണ്ടി വന്ന ഒരു മഹാഭാഗ്യവാനാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സനാഉല്ലാഹി. ഇങ്ങനെ അന്ധവിശ്വാസത്തിൽ കുളിച്ചിരുന്ന ഒരു സമുദായത്തെ വിശ്വാസം എന്താണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ കൈ പിടിച്ച് ഉയർത്തുവാൻ ശ്രമിച്ച ഒരുപാട് മഹാരഥന്മാർ, ഒരുപാട് പുരുഷന്മാർ ഈ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങളെ കേൾപ്പിച്ച് പദ്യമുണ്ടല്ലോ, ഹിജ്റ വർഷം 244 മുതൽ ഇവിടെ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹിജ്റ വർഷം 244 മുതൽ നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു എന്ന് നിങ്ങൾ കണക്കുകൂട്ടിയാൽ മതി. 1400 ചില്ലറയാണ്, 1500 അടുത്ത് നടക്കുകയാണ് ഹിജ്റ വർഷം. എന്ന് പറഞ്ഞാൽ 1300ഓളം വർഷമായി കേരളത്തിൽ ഇത് പാടിയും പറഞ്ഞും കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ വളരെ സ്നേഹത്തോടുകൂടി ഇവിടുത്തെ സകല മുസ്ലിംമാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ് ഇന്നും ഇത് ചൊല്ലുന്നവർ ചൊല്ലുന്നതെങ്കിൽ അവരോട് ഇതിന്റെ ഗൗരവം നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് സ്നേഹത്തോടുകൂടി ഞാൻ അവരെ ഉണർത്തുകയാണ്. ദേശത്തോടുകൂടിയോ അതല്ലെങ്കിൽ വിമർശന ബുദ്ധിയോടുകൂടിയോ അല്ല.
അപ്പൊ ഇത്രയൊക്കെ പുരോഗമനം അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉയർന്നു വന്നിട്ടും നമ്മുടെ സമുദായ മുസ്ലിം ബഹുഭൂരിപക്ഷത്തിന്റെ സ്ഥിതി ഇതാണെങ്കിൽ കുറച്ച് മുൻപത്തെ അവസ്ഥ എന്താണ്? ഇംഗ്ലീഷ് പഠനം ഹറാമ്, തലയിൽ മുടിവെക്കൽ ഹറാമ്, ബോർഡിൽ ചോക്കുകൊണ്ട് എഴുതൽ ഹറാമ്, ഇങ്ങനെ ഹറാമെന്ന് 5 കളി. പ്രത്യേകിച്ച് സ്ത്രീകൾ അത്ര വിദ്യാഭ്യാസം നേടാൻ പാടില്ല, ഹറാമാണ്. അതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങളും പാട്ടുണ്ടാക്കിയ പാട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. പന്നിയങ്കരയിൽ രവി എന്ന് പറയുന്ന ഒരു വ്യക്തി സുലൈഹ എന്ന് പറയുന്ന ഒരു പെണ്ണിന് ഒരു കത്തെഴുതി, പ്രേമലേഖനം. അങ്ങനെ നടുറോഡിൽ വെച്ച് സുലൈഹ എന്ന് പറയുന്ന പെണ്ണ് കൊല്ലപ്പെട്ടു. ഏതാണ്ട് 60 വർഷം മുൻപാണ്, 60-70 വർഷം മുൻപ്. ആ സമയത്ത് നമ്മുടെ മുസ്ലിംമാർ പാട്ടുണ്ടാക്കി, സുലൈഹ എന്ന് പറയുന്ന നമ്മുടെ പെൺകുട്ടി രവിക്ക് കത്തെഴുതിയത് നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെ കത്തെഴുതാൻ കാരണം എഴുത്ത് പഠിച്ചതുകൊണ്ടല്ലേ, അതുകൊണ്ട് എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്നന്നത്തെ പുരോഹിതന്മാർ പാട്ടുണ്ടാക്കി പാസാക്കി. ഈ അടുത്ത കാലം വരെ സമസ്തയുടെ പരീക്ഷ നടക്കുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് മാത്രം പരീക്ഷ എഴുത്തിലൂടെ പെൺകുട്ടികൾക്ക് ചോദ്യവും ഉദുവിന്റെ പള്ളിയുടെ ഫറലത്ര, ഉദുവിന്റെ സുന്നത്തത്ര, പള്ളിയുടെ ചെറുത്തത്ര, ഇതൊക്കെ ചോദ്യം. കാരണം എഴുതാൻ പാടില്ല. എഴുത്ത് പഠിച്ചാൽ പ്രേമലേഖനം എഴുതി പോകും. ചെരുപ്പ് കുറച്ച് വലുപ്പം കൂടിയാൽ എന്താ ചെയ്യുക? അല്ലെങ്കിൽ വെള്ളത്തിൽ പറഞ്ഞാൽ എന്താ ചെയ്യുക? കാല് മുറിക്കുക എന്ന ഒരു തന്ത്രം, അതല്ലെങ്കിൽ ആ ഒരു കുതന്ത്രമാണ് പലരും സ്വീകരിക്കാൻ ഈ സമുദായത്തെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ചുരുക്കത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ നിലക്കുള്ള സകല തരത്തിലുമുള്ള അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ ചോദ്യം ചെയ്തു. ഒരു തർക്കവും മറുവും വേണ്ട. ഇതാരെയും സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതും അല്ല. മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തിൽ വന്നിരുന്നില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ സൂര്യൻ ഉദിക്കുമായിരുന്നില്ല, സംശയമേതും വേണ്ട. പക്ഷേ ദശകകൾ, പിഴവുകൾ ഏറെ അബദ്ധങ്ങൾ വളരെയേറെ എന്തേ കാര്യം? അതിനുള്ള ചികിത്സയും അസുഖത്തിന്റെ കാരണവുമാണ് നാം അന്വേഷിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, മുജാഹിദിന്റെ ഭരണം കൈയാളുന്ന സൗദി അറേബ്യയിലും മറ്റു സെൽഫികൾ ഭരിക്കുന്ന, അതല്ലെങ്കിൽ സെൽഫികൾക്ക് മേൽക്കോയ്മയുള്ള ഏത് രാജ്യത്തും പ്രശ്നങ്ങൾ എവിടെയുണ്ടോ അതിന്റെ കാരണം അന്വേഷിക്കുകയാണ് നമ്മുടെ ഒരു ജോലി. അതോടൊപ്പം പ്രതിനിധി പറയുന്നത് ഒരു ചികിത്സ. കാരണം എന്ത്? അതും ഒരൊറ്റ കാരണം. ഇൻഷാ അല്ലാഹ് വഴിയെ അതെല്ലാം വ്യക്തമായി ഞാൻ പഠിക്കും. ഇക്കാലം അത്രയും ഈ അടുത്ത കാലം വരെ കേരളത്തിൽ ഈ പ്രസ്ഥാനം മുജാഹിദുകൾ, ഇസ്ലാഹികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കാലം കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പേര് മൊത്തത്തിൽ അങ്ങ് എടുത്തു മാറ്റി സലഫികൾ എന്ന പേരിൽ അവരറിയപ്പെടാൻ തുടങ്ങി. സലഫി മദ്രസ, സലഫി മസ്ജിദ്, സലഫി ലേണിംഗ് റിസർച്ച് സെന്റർ, SLR തുടങ്ങിയ പേരുകളൊക്കെയും അതിന്റെ ഭാഗമാകും. പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോട് ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറയുന്നു, ഈ പേര് നിങ്ങൾ എന്ന് സ്വീകരിച്ചുവോ അന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ. ഒന്ന്, ഈ പേര് ഖുർആനികമായി ഒരിക്കലും യോജിക്കുന്നതല്ല. ഖുർആൻ ഒരിക്കലും പൊരുത്തപ്പെടുന്ന ഒരു നല്ല പേരല്ല അത്. മോശമായ കാര്യങ്ങൾ ചെയ്തിരുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഖുർആൻ ഈ പേര് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണത്തിന് നല്ലവണ്ണം ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന നമ്പർ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. വലാ തൻകിഹൂ മാ നകഹ ആബാഉകും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ. നിങ്ങളുടെ പിതാക്കന്മാർ വിവാഹം ചെയ്ത സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ഇല്ലാ മാ ഖദ് സലഫ, വിവരമില്ലാത്ത കാലത്ത്, അജ്ഞതയുടെ കാലത്ത് നിങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകട്ടെ.
4-ാം അധ്യായം 22-ാമത്തെ സൂക്തം. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? പിതാക്കന്മാർ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിവാഹം ചെയ്ത സ്ത്രീകളെ വിവാഹം ചെയ്യുക എന്നത് ഇസ്ലാമിക സംസ്കാരത്തിന് നിരക്കുന്നതല്ല. ഒരു ജാഹിലിയ്യ പദ്ധതിയും സംഭവവും കാര്യവുമാണത്. അതുകൊണ്ട് വിവരമില്ലാത്ത കാലത്ത് നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകട്ടെ, അത് പ്രശ്നമാക്കണ്ട. മേലിൽ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ സലഫ ഇതിനെ നിസ്ബ ചെയ്തുകൊണ്ട് എന്റെ ഈ പ്രസംഗം കേൾക്കുന്നവരിൽ പണ്ഡിതന്മാരുണ്ടാകുമെന്ന് എനിക്കറിയാം. ആ പണ്ഡിതന്മാരോട് ഞാൻ പറയുന്നു, ഇത് ഇങ്ങനെ നിസ്ബ ചെയ്തുകൊണ്ട് സലഫി എന്ന് പറഞ്ഞാൽ അതിന്റെ ഏക അർത്ഥം അബദ്ധങ്ങൾ ചെയ്യുന്നവൻ, ജാഹിലിയ്യത്തുകൾ പ്രവർത്തിക്കുന്നവൻ. കൃത്യമായി ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഞാൻ പഴഞ്ചൻ എന്ന ഒരേ ഒരു അർത്ഥമാണ് ഖുർആനിൽ നിന്ന് അതിന് കിട്ടുക. ഇനി രണ്ടാമത് അതിനെക്കുറിച്ച് ഖുർആൻ ഇങ്ങനെ പൂർവ്വപിതാക്കന്മാർ വിവാഹം ചെയ്തവരെ വെറുക്കുക, വിവാഹം ചെയ്യുക എന്നത് മോശമാണ്, ചീത്ത ഒരു പരിപാടിയാണ്. അത് നിങ്ങൾ ചെയ്യരുത്. രണ്ടാമത്തെ ഒരു തെളിവ് നാലാം അധ്യായത്തിൽ 23-ാം സൂക്തത്തിൽ വിവാഹബന്ധം നിങ്ങൾക്ക് ആരുമൊക്കെയായി വിവാഹമാകാം എന്ന് പറയുന്നിടത്ത് എന്ന് തുടങ്ങിയ ആ സൂക്തത്തിൽ അവസാനം കാണാം രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് നിങ്ങൾ വിവാഹം ചെയ്യലും തെറ്റാണ്, കുറ്റകരമാണ്, ഹറാമാണ്. ഇല്ലാമത് സലഫ വിവരമില്ലാത്ത കാലത്ത് നിങ്ങളിൽ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പോകട്ടെ, അത് പ്രശ്നമാക്കണ്ട. ഇല്ലാമത് സലഫ സലഫിയായി പോയിട്ടുണ്ടെങ്കിൽ അത് പോകട്ടെ, പ്രശ്നമാക്കണ്ട. സലഫി എന്ന് പറഞ്ഞാൽ പഴഞ്ചൻ, ആചാരം പ്രവർത്തിക്കുന്നവൻ, വിവരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവൻ, അവിവേകത്തോടുകൂടി വിവേകമില്ലാതെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവൻ. പറയുന്നത് ഞാനല്ല, അതുകൊണ്ട് ദേഷ്യവും എന്നോട് വേണ്ട, ഖുർആനാണ് പറയുന്നത്. ഇനി വേട്ടയാടുന്ന വിഷയം പറഞ്ഞപ്പോൾ അതിന്റെ അവസാനം പറഞ്ഞു അഫല്ലാഹു അമ്മാ സലഫ. ഇപ്പറഞ്ഞ തത്വത്തിനെതിരായ നിങ്ങളിൽ എന്തെങ്കിലും അബദ്ധവശാൽ അജ്ഞാതകഹരത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പോകട്ടെ. അമ്മാ സലഫ് അഫല്ലാഹു അമ്മാ സലഫ്. സലഫിയായി പോയതിന് അല്ലാഹു മാഫ് ചെയ്തു തന്നിരിക്കുന്നു. കഴിഞ്ഞുപോയത് വിവരമില്ലാത്ത കാലത്ത് ചെയ്തതിന്, അജ്ഞതയുടെ പേരിൽ പ്രവർത്തിച്ചതിന് അല്ലാഹു നിങ്ങൾക്ക് മാഫ് ചെയ്തു തന്നിരിക്കുന്നു. 5-ാം അധ്യായം 95-ാം സൂക്തം. ഇത് വേട്ടയാടുന്ന വിഷയം പറഞ്ഞപ്പോൾ അതിന്റെ അവസാനത്തിൽ പറഞ്ഞു. ഇനി മറ്റൊന്ന് സത്യനിഷേധികളോട്, ഈ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നവരോട് പ്രവാചക പ്രഖ്യാപിക്കൂ. എന്താ പ്രഖ്യാപിക്കേണ്ടത്? അവരുടെ ഈ നിഷേധം, സത്യത്തിനോട് അവർ കാണിക്കുന്ന ഈ ഒരു പ്രതിഷേധം അവർ അവസാനിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കപ്പെടും, അവരോട് മാപ്പാക്കപ്പെടും. നേരത്തെ സലഫിയായി ചെയ്തു പോയത് അത് പോട്ടെ, സലഫിയായി ചെയ്തു പോയതൊക്കെയും മാപ്പാക്കപ്പെടും. വിവരമില്ലാതെ ചെയ്തു പോയത്, അജ്ഞതയുടെ പേരിൽ ചെയ്തു പോയത്, അബദ്ധം പ്രവർത്തിച്ചത് എല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് അവരോട് പറയുക. വളരെ വ്യക്തമായി, വളരെ കൃത്യമായി, വളരെ സ്പഷ്ടമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ തെറ്റുപറ്റാത്ത ലാ യഅതീഹി അൽ ബാതിലു
മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ. അതിന്റെ മുന്നിലൂടെ ബാത്തിൽ വരില്ല, അതിന്റെ പിന്നിലൂടെ ബാത്തിൽ വരില്ല, അതിനെ ബാത്തിൽ തകർക്കാൻ സാധ്യമല്ല. അല്ലാഹുവിൽ നിന്ന് വിരുന്നു വന്ന വിരുന്നുകാരനാണ് ഖുർആൻ. ആ ഖുർആനിലാ പറയുന്നത്. പ്രതിഷേധമുണ്ടെങ്കിൽ ആ പ്രതിഷേധം ഖുർആനിനോട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാര്യം വളരെ ഗൗരവമുള്ള സത്യത്തിൽ ഈ യഥാർത്ഥത്തിൽ ഇന്ന് ഈ പ്രസ്ഥാനം നിർഭാഗ്യവശാൽ എത്തിപ്പെട്ടിട്ടുള്ള അവസ്ഥയും പരിശോധിച്ചോടുമ്പോൾ 100% ഈ പേര് ഇവർക്ക് യോജിക്കുന്നില്ലേ എന്ന് നാം ഒന്ന് സംശയിക്കണം. ഖുർആനിന്റെ ഈ പരാമർശപ്രകാരം വിവരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർ, ചെയ്തവർ, ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആണല്ലോ. ഇന്ന് നേരത്തെ ഞാൻ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞു. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സുഖിപ്പിക്കാൻ പറഞ്ഞതല്ല, ഒരു യാഥാർത്ഥ്യമാണ്. വിദ്യാഭ്യാസ രംഗത്തെ മുജാഹിദ് പ്രസ്ഥാനം വരുത്തിയ വിപ്ലവം, ആദർശ രംഗത്തെ മുജാഹിദ് പ്രസ്ഥാനം വരുത്തിയ വിപ്ലവം, ഇതെല്ലാം വളരെ വളരെ വലുതാണ്. പക്ഷേ ദുർബലങ്ങളിൽ ദുർബലമായ ഒരു ഹദീസ് കൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് നെടുകെ പുലർത്തപ്പെട്ടു. യാ ഇബാദല്ലാഹ് അഈനൂനി, ഒരുത്തൻ കാട്ടിൽ അകപ്പെട്ടു. ജനവാസമില്ലാത്തൊരു സ്ഥലത്ത് ഒരുത്തൻ അകപ്പെട്ടുപോയി. ആരെയും അവിടെ കാണാനില്ല. ആ സമയത്ത് അവനക്ക് പറയാമത്രേ, യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസന്മാരെ, അഈനൂനി, എന്നെ ഒന്ന് സഹായിക്കൂ. ഈ ഒരു ഹദീസ്, ദുർബലങ്ങളിൽ ദുർബലമായ ഈ ഹദീസ് ഈ പ്രസ്ഥാനത്തെ നെടുകെ പുലർത്തി കഴിഞ്ഞില്ല. ആ പിളർപ്പ് അവസാനിച്ച ആ പിളർപ്പ് ശരിയായി രൂപാന്തരപ്പെടുന്നതിന് മുൻപ് വീണ്ടും വീണ്ടും പിളർപ്പുകൾ ഓരോന്നായി ഇന്ന് പിളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ നേരത്തെ അന്ധവിശ്വാസത്തിന് വിനീതനായ ഈ ഞാനുമൊത്ത് പോലും വേദികളിൽ പങ്കെടുത്തിരുന്ന മിസ്റ്റർ സക്കരിയ സലാഹിയെ പോലെയുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തെ നെടുകെ പുലർത്തിക്കൊണ്ട് ഇന്നതാ കോഴിക്കോട് കടപ്പുറത്തെ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നു. ഇന്ന് 7 മണി മുതൽ 4 മണി മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദുർബലമായ ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ തെറ്റുപറ്റാത്ത വേദഗ്രന്ഥം ഈ സംഘടന മുറുകെ പിടിച്ചിരുന്നുവെങ്കിൽ അവർക്ക് യാതൊരു പിഴവും വരുമായിരുന്നില്ല. ഒരു നിലയിലും അവർക്ക് പിഴവ് സംഭവിക്കുമായിരുന്നില്ല. ഈ നാട്ടുകാരനായ, ഈ നാട്ടിന്റെ പരിസര പ്രദേശത്തുകാരനായ സാക്ഷാത്തായി വെട്ടമത്തുള്ള ഹാജി, ഈ പ്രദേശത്തുകാർക്ക് അദ്ദേഹത്തെ നന്നായി അറിയാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ജിഹയായിരുന്നു അദ്ദേഹം. ആ മാന്യദേഹം പ്രസംഗിക്കുന്ന സമയത്ത് ഹദീസുകൾ പറയാറുണ്ടായിരുന്നില്ല. ഖുർആനിന്റെ ഓരോ സൂക്തങ്ങൾ തൗഹീദിനെ ഊട്ടിയുറപ്പിക്കുന്ന, തൗഹീദിനെ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്ന ഖുർആനിന്റെ സൂക്തങ്ങൾ ഓരോന്നായി അവതരിപ്പിക്കുന്ന ആ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പോഴും ഇവിടെ പലരുടെയും ശിബിടുകളിൽ മുഴങ്ങുന്നുണ്ടായിരിക്കും. മാസം അദ്ദേഹത്തെ പ്രശംസിച്ച് ഗ്രന്ഥമെഴുതിയവർ പോലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഖുർആൻ മാത്രമാണ് ചർച്ച ചെയ്തിരുന്നത്. ഹദീസുകൾ അദ്ദേഹം പരാമർശിക്കാറുണ്ടായിരുന്നില്ല. കാരണം ഇത് തന്നെയായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം മുൻപ് ഖുർആനിനാണ് പ്രാമുഖ്യം നൽകിയത്, ഖുർആനിനാണ് പ്രാധാന്യം നൽകിയത്. ഇന്നും നിങ്ങൾ ഓർക്കുന്നില്ലേ, ഒരു 10-15 വർഷം മുൻപ് വരെ മുസ്ലിംമാരുമായി ഒരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ അവർ ചോദിച്ചിരുന്നത് ഖുർആനിലുണ്ടോ എന്നായിരുന്നു. ഇത് ഖുർആനിലുണ്ടോ? അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ ഖുർആനിലുണ്ടോ എന്നായിരുന്നു ചോദ്യം. മൗലിദോദാൻ ഖുർആനിലുണ്ടോ? റാഫീദോദാൻ ഖുർആനിലുണ്ടോ? അപ്പോൾ ഒരു കാര്യം വേണമെങ്കിൽ അത് ഖുർആനിലുണ്ടാകണം എന്ന ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഭൂരിപക്ഷ സമുദായത്തോട് താതാത്മ്യപ്പെട്ടു പോകാൻ ഇവർക്ക് ഹദീസുകളെ വെള്ളപൂശുകയും അതിനെ വല്ലാതെ സ്വീകരിക്കുകയും അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന്
ചിലപ്പോൾ എല്ലാം വാരിപ്പുണരുന്ന ഒരു വളരെ മോശമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഇനിയും നിങ്ങൾ നോക്കൂ, ഖുർആൻ കൈവിട്ട് ഹദീസുകളുടെ പിന്നാലെ ഈ പ്രസ്ഥാനം എന്നു പോയോ അന്ന് മുതൽ അവർക്ക് പറയേണ്ടി വന്നു, ഒരു നിലക്കും പ്രവാചകന്റെ പേരിലും ഖുർആനിന്റെ പേരിലും പറയാൻ പാടില്ലാത്ത മഹാ അബദ്ധങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനം പൊതുവിൽ ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? മുഹമ്മദ് നബിക്ക് സിഹ്ർ ബാധിച്ചു, 4 മാസത്തോളം തലക്ക് വെളിവില്ലാതെ നടന്നു. ഖുർആൻ വിരുദ്ധ പ്രമാണങ്ങൾ സ്വീകരിക്കുവാൻ എന്ന് ഈ പ്രസ്ഥാനം തുടങ്ങിയോ അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ശനിദശ. വ്യക്തമായി ഖുർആൻ വിരുദ്ധ ഗ്രന്ഥങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പരാമർശമാണ് മുഹമ്മദ് നബിക്ക് സിഹ്ർ ബാധിച്ചുകൊണ്ട് തലയ്ക്ക് വെളിവില്ലാതെ നടന്നു. 4 മാസത്തോളം സുഹിറൻ നബിയു ഹത്താ കാൻ. എത്രത്തോളം? കഅന്നഹു യസ്നഉ ശൈഅൻ വലം യസ്നഉഹു. ചെയ്യാത്ത കാര്യം ചെയ്തു എന്നും ചെയ്ത കാര്യം ചെയ്തിട്ടില്ല എന്ന തോന്നത്തക്ക രൂപത്തിൽ അദ്ദേഹത്തിന് മാനസിക അസ്വസ്ഥതയുണ്ടായി. ഭാര്യമാരെ സമീപിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടായി. 4 മാസത്തോളം ആ നില തുടർന്നു എന്ന് ബുഖാരി, മുസ്ലിം തുടങ്ങിയ സകല ഗ്രന്ഥങ്ങളിലും വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഖുർആനിന് വിരുദ്ധമായാലും വേണ്ടില്ല, ഹദീസിലുണ്ടായിപ്പോയാൽ അത് എങ്ങനെയെങ്കിലും അതിന് സനദുണ്ടാക്കി അവതരിപ്പിക്കലാണ് ഇവരുടെ ഡ്യൂട്ടി. സനദ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയാം? സ്വന്തമായി നിലനിൽക്കാൻ സാധിക്കാത്ത ഒരു സാധനത്തിനാണ് സനദ് വേണ്ടത്. നമ്മുടെ തോട്ടത്തിൽ, പറമ്പിൽ, പാടങ്ങളിൽ വാഴ വെച്ചുപിടിപ്പിച്ചാൽ വാഴ വീഴാതിരിക്കാൻ ഒരു കുത്തു കൊടുക്കും, മുള കൊണ്ട്. അതേപോലെ തന്നെ മറ്റേ തെങ്ങിന്റെ കഷ്ണം കൊണ്ട്, അതേപോലെ തന്നെ കിഴങ്ങിൻ കഷ്ണം കൊണ്ട്. ഇതിന്റെ പേരെന്താണെന്നറിയോ? അറബി ഭാഷയിൽ അതിന്റെ പേര് സനദ് എന്നാണ്. കാറ്റത്ത് വീഴും. മഴ കാര്യമായി പെയ്താൽ ഒരു പക്ഷേ മറിഞ്ഞു വീഴും. മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി നാം കൊടുക്കുന്ന കുത്തിന്റെ പേരാണ് സനദ് എന്ന്. ഖുർആനിന് സനദ് വേണ്ട. കാരണം ഒരു കുത്തിന്റെയും ഒരു മുളവടിയുടെയും ഒരു ഊന്നുവടിയുടെയും പിൻബലമില്ലാതെ സ്വയം നിലനിൽക്കാൻ സാധിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതാണ് ഖുർആൻ പറഞ്ഞത്, ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി. അതിന്റെ മുന്നിലൂടെ ബാത്തില് വരില്ല, പിന്നിലൂടെ വരില്ല. അതിന്റെ അജയ്യതയെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. പക്ഷേ ഹദീസുകൾക്ക് ഒരു താങ്ങ് പോരാ, ഒരുപാട് താങ്ങുകൾ വേണം. അതുകൊണ്ടാണ് സനദ് ഒരു സനദല്ല, ഒരുപാട് സനദുണ്ടാകും, ഒരുപാട് ആളുകളുണ്ടാകും. അതിൽ പലരും കള്ളന്മാരാകും, വേറെ ചില കൊള്ളക്കാരാകും. അങ്ങനെ പലരും കൊള്ളക്കാരാവുമ്പോഴാണ് ഇവരിൽ പലർക്കും അത് സ്വീകരിക്കാൻ ഒരു മടി. എന്താവട്ടെ, സനദ് വേണം, ഊന്നുവടി വേണം, സ്വയം നിലനിൽക്കാൻ കഴിയാത്തതാണ്. പക്ഷെ എന്താകട്ടെ, ബുഖാരിയിലും മുസ്ലിമിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ സമുദായത്തിലെ ബഹുഭൂരിപക്ഷത്തിന്റെയും അവസ്ഥ അവിടെ മുജാഹിദും സുന്നിയും ഒന്നുമില്ല കേട്ടോ. എല്ലാവരും ആ വിഷയത്തിൽ ഒരുപോലെയാണ്. എല്ലാവർക്കും ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടെങ്കിൽ അത് ഖുർആനിനെ പോലെ തന്നെയാണ്. വെറും ഒരു ആരോപണമാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. കാരണം നമ്മുടെ പുരോഹിതന്മാർ, പണ്ഡിതന്മാർ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, അസഹു കിതാബിൻ ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന് ശേഷം ഏറ്റവും കുറ്റമറ്റ, ഏറ്റവും സിഹത്തുള്ള, ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ഇപ്പറഞ്ഞത് ഹദീസൊന്നുമല്ല. അത് ഹദീസ് അല്ലാതിരുന്നിട്ട് പോലും നമ്മുടെ സമുദായത്തിലെ സകല പണ്ഡിതന്മാരും അത് ഉപയോഗിക്കാറുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബുഖാരിയിലും മുസ്ലിമിലും ഒരു കാര്യമുണ്ടെങ്കിൽ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ നമ്മുടെ പുരോഹിതന്മാർ, സമുദായത്തിലെ പണ്ഡിതന്മാർ തയ്യാറാണ് എന്നർത്ഥം. സാധാരണക്കാർക്ക് ഇതറിയില്ല. ബുഖാരി എന്നൊക്കെ കേൾക്കുമ്പോൾ അവര് മനസ്സിലാക്കിയിട്ടുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കൂടെ തോളിൽ കൈവച്ച് നടന്ന ആൾക്കാരായിരിക്കും. റസൂലുള്ളാഹി ഹിജ്റ 10-ാം വർഷത്തിൽ മരണപ്പെട്ടുവെങ്കിൽ 196-ാമത്തെ വർഷത്തിലാണ് ബുഖാരി ജനിക്കുന്നത്. അഥവാ മുഹമ്മദ് റസൂലുള്ളാഹി ലോകത്ത് നിന്ന് അവസാനിച്ചതിന് 186 കൊല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂപ്പർക്ക് മൊയ്ലിയാറാവണം, അതിനുള്ള സമയം വേണം. ചുരുക്കത്തിൽ 200 വർഷങ്ങൾക്കപ്പുറം കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം എഴുതിയും അതേപോലെ ക്ലിപ്തപ്പെടുത്താനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. ഇതാണ് അവസ്ഥ. മറ്റുള്ളതിന്റെ ഇനി പറയുകയില്ല. എന്താവട്ടെ, ഈ കാര്യം പറയുമ്പോ ചില ആളുകളെങ്കിലും സംശയിക്കും, ഹദീസിനെ അങ്ങനെ അങ്ങോട്ട് നിഷേധിക്കാൻ പറ്റുമോ, എങ്ങനെ നിഷേധിക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. ഞാൻ വ്യക്തമായി പറയുന്നു, ഏറ്റവും ആദ്യത്തെ ഹദീസ് നിഷേധി അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അല്ലാഹു ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ, അല്ലാഹുവിന്റെ വചനത്തിനപ്പുറം മറ്റേത് വാർത്തയിലാണ് അവർ വിശ്വസിക്കാൻ പോകുന്നത്, മറ്റേത് വാർത്തയെയാണ് അവർ അംഗീകരിക്കുന്നത്? ഈ ചോദ്യം ആവർത്തിച്ച ഒരുപാട് ഭാഗങ്ങളുണ്ട്. രണ്ടാമത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിയോട് അദ്ദേഹം ജനമധ്യത്തിൽ അവതരിപ്പിക്കുന്ന ഖുർആനിന്റെ ആശയങ്ങൾക്കെതിരെ ഒന്ന് മയപ്പെടുത്തി പറയാൻ അറേബ്യയിലെ പലരും ശ്രമിച്ചു. ഓ മുഹമ്മദ്, നീ ഒന്ന് മാറ്റി പറയുകയാണെങ്കിൽ, നീ ഒന്ന് തിരുത്തി പറയുകയാണെങ്കിൽ, നീ ഒന്ന് മയപ്പെടുത്തി പറയുകയാണെങ്കിൽ നിന്റെ ഭാഗത്ത് ഞങ്ങൾ കൂടും. പ്രവാചകന്റെ മറുപടി പ്രഖ്യാപിച്ചേക്കണം, എനിക്ക് അവകാശമില്ല, എനിക്ക് അർഹതയില്ല, എനിക്ക് സാധിക്കാമല്ല. എന്റെ ഭാഗത്ത് നിന്ന് എന്റെ അധീക്ഷമനുസരിച്ച് മാറ്റം വരുത്താൻ, ഭേദഗതി വരുത്താൻ എനിക്ക് സാധ്യമല്ല. എനിക്ക് സന്ദേശമായി നൽകുന്നതിനെ അപ്പോൾ സ്വീകരിക്കാനല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവുമില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ അല്ലാഹുവിനെ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഹദീസിന് ശേഷി മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി മൂന്നാമത്തേത് സാക്ഷാൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിന്റെ തുടക്കത്തിൽ മുഖദ്ദമയിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ 6 ലക്ഷം ഹദീസുകൾ കണ്ടു. ബുഖാരിയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ 6 ലക്ഷം ഹദീസുകൾ കണ്ടു. 6 ലക്ഷം ഹദീസുകൾ ഞാൻ കണ്ടതിൽ 2 ലക്ഷം സ്വഹീഹല്ലാത്തത് എനിക്ക് മനഃപ്പാഠമുണ്ട്. 1 ലക്ഷം സ്വഹീഹായതും എനിക്ക് മനഃപ്പാഠമുണ്ട്. അങ്ങനെ അദ്ദേഹം രചന നടത്തിയപ്പോൾ എത്ര ഉപയോഗിച്ചത്? 3000-ഓളം ഹദീസുകൾ മാത്രം. 7000 ഹദീസുകൾ ബുഖാരിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആവർത്തനം മാത്രമാണ്. പറഞ്ഞത് തന്നെ പറഞ്ഞതാണ്. ആവർത്തനം ഒഴിവാക്കി കഴിഞ്ഞാൽ 3000-ഓളം വരുന്ന ഹദീസുകളാണ് ബുഖാരിയിലുള്ളത്. 6 ലക്ഷം ഹദീസുകൾ കണ്ട ബുഖാരി, 2 ലക്ഷം സ്വഹീഹല്ലാത്ത ഹദീസ് മനഃപ്പാഠമാക്കിയ ബുഖാരി, 1 ലക്ഷം സ്വഹീഹായ ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ബുഖാരി, 3000 മാത്രം എടുത്തു ധരിച്ചതിൽ 5,97,000 ഹദീസുകളെ അദ്ദേഹം നിഷേധിച്ചു. ഇദ്ദേഹത്തിന്റെ ഹദീസ് നിഷേധം ഞങ്ങൾക്കില്ല.
ഇന്ന് നിങ്ങൾ ഭൂലോകം മുഴുവനും തപ്പി തടഞ്ഞാൽ, തപ്പി നടന്നാൽ 5 ലക്ഷം ഹദീസുകൾ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്നത് മറ്റൊരു കാര്യം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊരു തമാശ കളിയല്ല. ഈ ജിഹാദ് ഖുർആനിനോട് ജിഹാദ് നടത്തിയവരൊന്നും ഖുർആനിനോട് മത്സരിച്ചവരൊന്നും വിജയം കണ്ട ചരിത്രമില്ല. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് അല്ലാഹു വ്യക്തമാക്കിയതെന്താണെന്നറിയുമോ? നിശ്ചയം ഈ ഖുർആൻ എന്റെ മാർഗം ഇതാണ്, നിങ്ങൾ അതിനെ പിന്തുടർന്ന് ജീവിക്കുക. മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിന്തുടർന്നുകൂടാ. ഈ ഖുർആനല്ലാത്ത മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾ ഭിന്നമാകും, നിങ്ങൾ ഗ്രൂപ്പുകളാകും, നിങ്ങൾ ഉപഗ്രൂപ്പുകളാകും. നിങ്ങൾ സൂക്ഷ്മാലുക്കളായി ദൈവത്തിന്റെ പാണ്ഡാവിലൂടെ സഞ്ചരിക്കാൻ നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്, നിങ്ങളോട് വസിയത്ത് ചെയ്യാനുള്ളത് നിങ്ങളുടെ സൃഷ്ടാവായ എനിക്ക് ഇത് മാത്രമാണ്. 6-ാം അധ്യായം 153-ാമത്തെ സൂത്രം. ഒന്നുകൂടി വ്യക്തമായി നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് ഇറങ്ങിയതിലെ ഏറ്റവും നല്ലതിനെ അതിനെ നിങ്ങൾ പിന്തുടരുക. അതല്ലാത്തതിനെ പിന്തുടരാവതല്ല. എന്തേ പിന്തുടർന്നാൽ കുഴപ്പം? ആകാശം തുടർന്നു പോകുമോ? ഭൂമിയെ ആകാശം തരിപ്പണമാകുമോ? ഭൂമിയെ തുടർന്നു പോകുമോ? അതൊന്നും സംഭവിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ ഇംഗ്ലീഷിൽ പിന്നെ അക്ഷരങ്ങളുണ്ടാവില്ല, ഗ്രൂപ്പിന് പേരിടാം. ജിന്ന്, ശൈത്താന്, പിശാച്, അങ്ങനെ തുടങ്ങും. എവിടെ സത്യത്തിൽ നമുക്ക് പ്രയാസമുണ്ട്, വലിയ ബുദ്ധിമുട്ടും വലിയ ദ്വന്ദ്വമുണ്ട്. ഈ സമുദായത്തിന് മുന്നിൽ നടന്ന ഈ പ്രസ്ഥാനം ഇത്ര നശിച്ച് നാമാവശേഷമായതിന് വല്ലാഹി റബ്ബ് സാക്ഷി നമുക്ക് ഖേദമുണ്ട്. ഒരൊറ്റ അസുഖം മാത്രമേ നിങ്ങൾക്ക് ബാധിച്ചിട്ടുള്ളൂ. ഖുർആൻ വിരുദ്ധമായ, ഖുർആനിനൊരിക്കലും യോജിക്കാൻ കഴിയാത്ത തത്വങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ ദൂതനെ സിഹ്ർ ബാധിച്ചു എന്ന് പറഞ്ഞവരെ ഖുർആൻ പരിചയപ്പെടുത്തിയത് നിങ്ങൾ ശ്രദ്ധിക്കുക. വഖാല ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. അക്രമികൾ പറയുകയുണ്ടായി, മക്കായിലെ മുഹമ്മദ് നബിയുടെ രാജ്യത്തെ ശത്രുക്കൾ അദ്ദേഹം ഇസ്ലാം എന്ന ദർശനം മക്കക്കാർക്ക് മാത്രം ബാധകമായതല്ല, മദീനക്കാർക്ക് മാത്രം ബാധകമായതല്ല, ഇന്ത്യക്കാർക്കും ഇന്തോനേഷ്യക്കാർക്കും മക്കത്തുകാർക്കും മുസ്ലിംകാർക്കും ലോകത്തുള്ള സകല ജനങ്ങൾക്ക് ബാധകമായ ഇസ്ലാമിന്റെ ദർശനം അദ്ദേഹം മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ ആകർഷക തോന്നിയ നല്ല ബുദ്ധിജീവികൾ അതുമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ മതയിലുള്ള ചില കുട്ടികൾ പറഞ്ഞു, അക്രമി പറഞ്ഞു, സിഹ്ർ ബാധിച്ച വ്യക്തിയെയാണ് നിങ്ങൾ പിന്തുടരുന്നത്. അഥവാ ഈ മുഹമ്മദിനെ സിഹ്ർ ബാധിച്ചിട്ടുണ്ട്, അദ്ദേഹം മസ്ഹൂറാണ്. ആരാ പറഞ്ഞത്? മക്കത്തെ നിഷേധികൾ. ഇന്നത് ആര് പറയുന്നു? മുജാഹിദുകൾ. അല്ലേ? അല്ലാലിമേ, ഇതിന് ഞാൻ നിങ്ങൾക്ക് അർത്ഥം പഠിപ്പിക്കണ്ടോ? ലാലിമോന, ലാലിമീന, ലാലിമോന, ലാലിമാലിമ, ഇതൊന്നും ഞാൻ അർത്ഥം പറയണോ? ലാലിമോന, തികഞ്ഞ അക്രമികൾ പറയുന്നു, സിഹ്ർ ബാധിച്ചത് ശരിയാണ്, നിങ്ങൾ പിന്തുടരുന്നത്.
സൂറത്തുൽ ഖുർആൻ 25-ാം അധ്യായമായ ഖുർആനിലെ 8-ാമത്തെ സൂത്രം കഴിഞ്ഞില്ല. വഖാലൂ ഇന്നമാ അൻത മിനൽ മുസഹ്ഹരീൻ. തികഞ്ഞ നിഷേധികൾ പറഞ്ഞു, കാഫിറുകൾ പറഞ്ഞു, ഇന്നമാ അൻത മിനൽ മുസഹ്ഹരീൻ, നീ സിഹ്ർ ബാധിച്ചവനാണ്, നീ സിഹ്ർ ബാധിതനാണ്. അന്ന് നിഷേധികൾ പറഞ്ഞെങ്കിൽ ഇന്ന് പറയുന്നത് മാപ്ലാരാണ്, അല്ലെങ്കിൽ മാപ്ലാരിൽപ്പെട്ട ഒരു വിഭാഗമാണ്. 26-ാം അധ്യായം 153-ാമത്തെ സൂത്രം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനിയും ഗൗരവമുള്ള വിഷയങ്ങൾ പലതും. നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത് ഹദീസിനെ പറ്റി? ബുഖാരി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത്? ഖുർആനിന്റെ 50 കിലോമീറ്ററിനടുത്ത് വെക്കാൻ അത് പാടില്ല. ഈ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം ഉണ്ടല്ലോ, ഖുർആനിന്റെ 50 കിലോമീറ്ററിനടുത്ത് പോലും വെക്കാൻ പാടില്ല. ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഞങ്ങളിതൊക്കെ പറയും. ബുഖാരിയിലുള്ള സകല ഹദീസുകളും പോസ്റ്റ്മോർട്ടം നടത്താൻ സമയം പോരാ. അതുകൊണ്ട് അതിലെ വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങൾ ഞാൻ പറയും. ഇന്നല്ലാഹ ബഅസ മുഹമ്മദൻ ബിൽ ഹഖ് വഅൻസല അലൈഹിൽ കിതാബ فكان مما أنزل الله آية الرجم تليناها وعقلناها ووعيناها والله أخشى إن طال زمان أن يقول قائل ما نجد آية الرجم في كتاب الله فيضل بترك فريضة أنزل الله. ബുഖാരിയിലെ 6830-ാമത്തെ ഹദീസാണ്. ഈ ഹദീസ് ബുഖാരിയിൽ ഇല്ലെന്നോ അതല്ല ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന അർത്ഥമല്ല അതിനുള്ളതെന്നോ വാദമുള്ള ഒരു പണ്ഡിതൻ ലോകത്തുണ്ടെങ്കിൽ, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എന്നെ എങ്ങോട്ട് വിളിച്ചാലും, അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ എങ്ങോട്ട് വിളിച്ചാലും ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിളിച്ചുകൊണ്ടിരിക്കും. എന്താ അർത്ഥമോ? ഇന്നല്ലാഹ ബഅസ മുഹമ്മദൻ ബിൽ ഹഖ് വഅൻസല അലൈഹിൽ കിതാബ. മുഹമ്മദ് നബിക്ക് അല്ലാഹു വിശുദ്ധ ഗ്രന്ഥം ഇറക്കി കൊടുത്ത സമയത്ത് വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന ആയത്ത് അതിലുണ്ടായിരുന്നു. തലയിനാക ഞങ്ങളത് പാരായണം ചെയ്തിട്ടുണ്ട്, ഞങ്ങളത് കാണാതെ പഠിച്ചിട്ടുണ്ട്, ഞങ്ങളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. 3 പ്രൂഫാണ്. ഞങ്ങളത് കണ്ടു, ഞങ്ങളത് പാരായണം ചെയ്തു, ഞങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചു. കണ്ടോ, സനത് 3 ഉണ്ട് കേട്ടോ. ഇനി പ്രശ്നം എന്താണെന്നറിയോ? പ്രശ്നം കിടക്കുന്നേ ഉള്ളൂ. വല്ലാഹി പടച്ചവനെ തന്നെയാണ് ഒരു കാലഘട്ടത്തെ ഞാൻ പേടിക്കുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുകയാണ്, ഒരു കാലഘട്ടം ഞാൻ പേടിക്കുന്നു. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? അന്ന് വേറെ ചില ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയും വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്ന ആയത്ത് ഖുർആനിൽ കാണാനില്ല. അപ്പോൾ അങ്ങനെ പറയുക വഴി അല്ലാഹു ഇറക്കിയ ഒരു ഫർദിനെ ഉപേക്ഷിക്കുക മൂലം ജനങ്ങൾ വഴിപിഴച്ചു പോകും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഞാൻ ഭയപ്പെടുന്നു. പിൽക്കാലത്ത് ഖുർആൻ സന്ദർശിക്കായി വരും. ഈ ഖുർആനിലില്ലാത്ത കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ, ഖുർആനിലില്ലാത്ത കാര്യങ്ങൾ പ്രമാണമാക്കിയാൽ അത് ചോദ്യം ചെയ്യാൻ ചില ആളുകൾ ഇവിടെ വരും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തെ ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പറഞ്ഞതെന്താണെന്നറിയോ? അല്ലാഹു മുഹമ്മദ് നബിക്ക് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്ന ആയത്ത് ഇപ്പോൾ പലതും നഷ്ടപ്പെട്ടു, ഇപ്പോൾ കാണാനില്ല. ഇസ്ലാമിന്റെ അഡ്രസ് തകർക്കുന്ന വാദമാണ്, ഇസ്ലാമിന്റെ അടിവേരിന് കത്തിവെക്കുന്ന വാദമാണിത്. എന്നിട്ടും കഴിഞ്ഞ മുജാഹിദ് സമ്മേളനം, പ്രസ്ഥാന സമ്മേളനം
ചങ്ങരംകുളത്ത് ചങ്ങരംകുളം കലക്കിക്കൊണ്ട് അരങ്ങേറിയപ്പോൾ അവിടെ പ്രസംഗിച്ച പണ്ഡിതന്മാർ പറഞ്ഞ ആ വാക്ക് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. ബുഖാരിയിൽ ഒരൊറ്റ അബദ്ധവുമില്ല. ബുഖാരി പറഞ്ഞത് മുഴുവനും അപ്പടി വിഴുങ്ങണം. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. ശരിയാ, ശരി. നിങ്ങളുടെ ഈമാൻ ശരിയാവണം, അതിൽ നിന്ന് വിഴുങ്ങന്നെ വേണം. പക്ഷെ ഖുർആനിൽ നിന്ന് വിഴുങ്ങിയാലേ യഥാർത്ഥ വിശ്വാസിയുടെ ഈമാൻ ശരിയാവും. ഞാൻ സാധാരണക്കാരെ ഉദ്ദേശിച്ചല്ല പറയുന്നത് കേട്ടോ. നമ്മുടെ പുരോഹിതന്മാരിൽ ഇത് കണ്ടും ഇത് കേട്ടും ബോധ്യപ്പെടുത്തി കൊടുത്തു കാലമേറെയായി. ഒരു നൂറ്റാണ്ടോളം 60 വർഷമായി കേരളത്തിൽ ഈ നിലയ്ക്കുള്ള ചിന്തകൾ. നിങ്ങൾ 4 ആള് അല്ലേ? തിരൂര് 2.5, കോഴിക്കോട് 3.5, മലപ്പുറത്ത് 1.5, അങ്ങനൊക്കെയല്ലേ ഉള്ളൂ. ഡേറ്റ് ഒന്ന് നോക്കൂ. ലോകാടിസ്ഥാനത്തിൽ ഖുർആൻ പണ്ഡിതന്മാരുടെ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവരെ പറഞ്ഞിട്ടില്ല, ഞങ്ങളെ കേട്ട് അവരും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ കേട്ട് അവർ പറയണമെങ്കിൽ അവർ കുറെ നേരത്തെ പറയണം. അവരെ കേട്ട് ഞങ്ങൾ പറയണമെങ്കിൽ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. അതല്ല, ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ രണ്ടു കൂട്ടരും പറയുന്നത് എന്റെ കാര്യം ഖുർആനായതുകൊണ്ട് ഞങ്ങളും പഠിച്ചു, അവരും പഠിച്ചു. സത്യവും തമ്മിൽ ഏറ്റുമുട്ടുകയില്ല. സത്യവും തമ്മിൽ ശത്രുതയുണ്ടാക്കുകയില്ല. സത്യവും അസത്യവും തമ്മിലാണ് പോരാട്ടം. ഖുർആനും ഹദീസും തമ്മിലാണ് പോരാട്ടം. സത്യവും അസത്യവും തമ്മിലാണ് പോരാട്ടം. ബുഖാരിയും ഖുർആനും തമ്മിലാണ് പോരാട്ടം. ഖുർആനും തമ്മിൽ പോരാടുമോ? ഇല്ല. ബുഖാരിയും തമ്മിൽ പോരാടും. ബുഖാരിയും തമ്മിൽ പോരാടും. കാരണം ബുഖാരി 4 പേജ് മറിച്ചാൽ അതിനെതിരെ ബുഖാരി എന്ന് പറയുമ്പോ പോരാടും. പക്ഷെ ഖുർആൻ 10 പേജോ 100 പേജോ 500 പേജോ അപ്പുറത്തുള്ളതിനെതിരായി ഇപ്പുറത്തുണ്ടാവില്ല. പ്രശ്നങ്ങൾ പലതും. മുഹമ്മദ് നബിക്ക് അല്ലാഹു ഗ്രന്ഥം നിറച്ചു കൊടുത്തപ്പോൾ വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണമെന്ന ആയത്തുണ്ടായിരുന്നു. ഞങ്ങളത് പഠിച്ചു, കേട്ടു. ഇപ്പോൾ അത് കാണാനില്ല എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്ന് ആയത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 6830 കഴിഞ്ഞില്ല. മുഹമ്മദ് നബിയെ കുതിര കയറാൻ ചില ആളുകൾ വിമർശിക്കാറുണ്ട്. അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. ആ വിമർശനത്തെ ഞാൻ കൊടുത്തുദ്ധരിക്കുക. ഇവര് മുഹമ്മദ് നബിനെ അംഗീകരിക്കൂല, മുഹമ്മദ് നബിനെ സ്വീകരിക്കൂല, മുഹമ്മദ് നബി ഒരു പോസ്റ്റ്മാനാക്കി, അങ്ങനെയൊക്കെ നമുക്കുള്ള ആരോപണം. മുഹമ്മദ് നബിയെ കുതിര കയറിയത് ആരാണ് കേട്ടോളൂ. أن النبي كان يدور على نسائه في الساعة الواحدة من الليل والنهار وهن 11. പറയാൻ ഉണ്ടായിട്ടല്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയാൻ. മുഹമ്മദ് നബിക്ക് 11 ഭാര്യമാരുണ്ടായി. ആ 11 പേരെയും രാത്രിയിലോ പകലിലോ ഓരോ മണിക്കൂറിലും ലൈംഗികമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനുണ്ടോ? ലൈംഗികമായി ബന്ധപ്പെടാനുണ്ടോ? സന്ദർശിക്കാറുണ്ടായിരുന്നു നല്ലേ ഉള്ളത്? അല്ല. സന്ദർശിക്കാറായിരുന്നു എന്നത് ചില മുസ്ലിംമാരും മൗലവിമാരും തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് നിർമ്മിച്ചു നോക്കിയതാ. പക്ഷെ അവിടെ തന്നെ പൊളിയും. എന്താ കാര്യം? ഇതങ്ങോട്ട് പറഞ്ഞപ്പോ സദസ്സിലുള്ള ഒരാള് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. എപ്പോ? ഇന്നല്ല കേട്ടോ, ഇന്നലെയല്ല. ഈ ഹദീസ് ഇറങ്ങിയ അക്കാലത്ത്, നിർമ്മിച്ച കാലത്ത്. എന്താ ചോദിച്ചത്? അവക്കാണ് 11 പേരെയൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് ലൈംഗികമായി ബന്ധപ്പെടാൻ മുഹമ്മദ് നബിക്ക് സാധിക്കുമോ എന്നൊരാൾ ചോദിച്ചു. ഉടനെ തന്നെ മറുപടി, 30 പുരുഷന്മാരുടെ ശക്തി നബിക്കുണ്ടായിരുന്നു. ഇത് 11 പേരെ കേവല സന്ദർശനത്തിന് വേണ്ടല്ലോ. നമുക്ക് 300 പേരെ സന്ദർശിച്ചൂടെ? ഒരു മണിക്കൂർ കൊണ്ട് 3000 പേരെ സന്ദർശിച്ചൂടെ? അപ്പോൾ മുഹമ്മദ് നബിയുടെ ഈ 11 പേരെയുമുള്ള സന്ദർശനം ലൈംഗികമായി ബന്ധപ്പെടാനുള്ള സന്ദർശനമായിരുന്നു എന്ന് ബുഖാരി 268-ാമത്തെ ഹദീസ്.
സത്യത്തിൽ ഇതല്ലേ സലഫി? ഇതല്ലേ സലഫിസം? ഇതെഴുതി വെക്കുന്നതല്ലേ സലഫിസം? ഇതെഴുതി വെച്ചതല്ലേ സലഫ? ഇല്ലാമ സലഫ. ശ്രദ്ധിക്കണം. കഴിഞ്ഞില്ല. ഇബ്രാഹിം നബിയെ കുതിരക്കാരനെ ഒഴിവാക്കിയോ? ഇല്ല. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായ ഒരു ശൈലിയിൽ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് ഹസ്രത്ത് ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ ഒരു വ്യക്തിയായിട്ടല്ല ഖുർആൻ പരിചയപ്പെടുത്തിയത്, മറിച്ച് ഇബ്രാഹിം നബി ഒരു പ്രസ്ഥാനമായിട്ടാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ. ഇബ്രാഹിം ഒരു സമൂഹമാണ്. ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റിയതല്ല, ഒരു സമൂഹത്തെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റിയതാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ആദർശ രംഗത്തെ മല പോലെ ഉറച്ചു നിന്നു, പാറ പോലെ ഉറച്ചു നിന്നു. ആ ഇബ്രാഹിം നബിയെ പറ്റി ബുഖാരി പറഞ്ഞത് എന്താണെന്നറിയോ? ഖാല റസൂലുള്ളാഹി മുഹമ്മദ് നബി പറഞ്ഞെന്ന് നമ്മൾ പറയില്ലട്ടോ. ബുഖാരി പറയാണ് നബി പറഞ്ഞു എന്തെന്ന്? ലം യക്ദിബ് ഇബ്രാഹിം ഇല്ലാ സലാസൻ. ഇബ്രാഹിം നബി 3 കളവല്ലാതെ പറഞ്ഞിട്ടില്ല. 3 കളവ് പറഞ്ഞിട്ടുണ്ട്. ആരെപ്പറ്റിയാ പറഞ്ഞത്? ഹസ്രത്ത് ഇബ്രാഹിമിനെ കുറിച്ച്. ഖുർആൻ എന്ത് പറഞ്ഞു ഇബ്രാഹിമിനെ കുറിച്ച്? ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. അദ്ദേഹം സിദ്ദീഖ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? 100% സത്യസന്ധർക്ക് ഉപയോഗിക്കുന്ന പേരാണ് ഇടക്കൊരു നോളി അല്ലെങ്കിൽ ഇടക്കൊരു കളവും കുറെയൊക്കെ സത്യം പറയുന്നവർക്ക് സിദ്ദീഖ് പറയില്ല. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ 100% സത്യസന്ധ. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് അദ്ദേഹം കളവ് പറയാത്ത 100% സത്യസന്ധരാണ്. ബുഖാരി പോലത്തെ വാരോലകൾ ഇസ്ലാമിന്റേതല്ലാത്തത് കൊണ്ട്, ഖുർആനിന് വിരുദ്ധമായതുകൊണ്ട്, മുഹമ്മദ് നബിയുടെ വായിലൂടെ വന്നതല്ലാത്തത് കൊണ്ട് അതിലെന്തുണ്ടായി? ഇബ്രാഹിം നബി 3 കളവ് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബിയെയും വെറുതെ വിട്ടില്ല. ഇനി അസ്രായിലിനെ വെറുതെ വിട്ടോ? അസ്രായിലിനെ വെറുതെ വിട്ടില്ല. ഉർസില മലക്കുൽ മൗത്ത്, റൂഹിനെ പിടിക്കുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിനെ ഈ മൂസാ നബിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാ വരിക? ഒരാളുടെ അടുത്തേക്ക് മലക്കുൽ മൗത്ത് വരുന്നുണ്ടെങ്കിൽ അത് പൊറാട്ടിൻ ചായം തിന്നാനും വരൂല, റൂഹിനെ പിടിക്കാനേ വരും. ഉടനെ തന്നെ മൂസാ നബി അസ്രായിലിന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു. പുറത്തേക്ക് തള്ളിയ കണ്ണുമായി അല്ലാഹു റബ്ബിന്റെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, അർസൽതനി ഇലാ അബ്ദിൻ ലാ യുരീദുൽ മൗത്ത്. മരിക്കാൻ മോഹമില്ലാത്ത ഒരു ചങ്ങാതിരേക്ക് അടുത്തേക്കല്ലേ നീ എന്നെ പറഞ്ഞയച്ചത്? കാട്ടിയ പണി കണ്ടോ? കണ്ണിങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പടച്ചോൻ പറഞ്ഞു, സാരല്ല, കണ്ണൊക്കെ ശരിയാക്കി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. പിന്നെ അതിന്റെ ബാക്കിൽ ഒരു കഥ ഉണ്ട്. മരിക്കാൻ മൂക്കിലേക്ക് മോഹമില്ലെങ്കിൽ ഒരു പശുവിന്റെ മുതുകിന്റെ പുറത്ത് കൈ വെക്കാൻ പറയൂ മൂസയോട്. ആ കൈ എത്ര രോമത്തിന്റെ മുകളിൽ ആ കൈ സ്പർശിക്കുന്നുവോ ഓരോ രോമത്തിനും ഓരോ കൊല്ലം ഞാൻ നീക്കിക്കൊടുക്കാമെന്ന് പറയൂ എന്ന് പറഞ്ഞൊരു കഥയുള്ളത്. നമ്മൾ അസ്രായേലിന്റെ കണ്ണ് മൂസാ നബി അടിച്ചാൽ പൊട്ടുന്ന ഒരു കണ്ണാണോ? ഇതാണോ അസ്രായേൽ? ഇതാണോ മല? ഒരൊറ്റടിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പുരോഹിതന്മാർ ഇത്തരം നമ്മുടെ പരാമർശങ്ങൾ ചെവികൊള്ളാതെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചതിന്റെ കൂടി അനന്തരഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈയുള്ളവൻ ഏതാണ്ട് 6 വർഷം മുൻപ് നമ്മുടെ ഇസ്രായേലിനടുത്തുള്ള കടുങ്ങാത്തുകൊണ്ടിൽ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അന്ന് എന്റെ പ്രസംഗത്തിൽ ഈ ഒരു പരാമർശം, ഈ ഒരു ഹദീസിനെ കുറിച്ച് ഞാൻ പരാമർശിച്ചിരുന്നു. എന്റെ പ്രസംഗത്തിന് മറുപടി പറയാൻ വേണ്ടി വന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് നെടുംതൂണായ അബ്ദുറഹ്മാൻ സലഫി അന്ന് എന്നോട് ചോദിച്ചു, മൂദൂരെ അസ്രായേലിന്റെ കണ്ണടിച്ച് പൊട്ടിച്ചതിലാണ് നിങ്ങൾക്ക് ഖേദമല്ലേ? ഞങ്ങൾ കേട്ടോളി.
മൂസാ നബി അസ്രായേലിന്റെ കണ്ണടിച്ച് മാത്രമല്ല പൊട്ടിച്ചത്, ഒരാളെ കൊന്നിട്ടുണ്ട് മൂസാ നബി. മൂസാ നബി ഒരാളെ കൊന്നത് ഖുർആനിലുണ്ടല്ലോ, അത് മൗദൂറിന് തിരിയാതെ പോകില്ലല്ലോ എന്നാണ് മറുപടി പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞു അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഞാൻ വീണ്ടും ചെന്നു, അവിടെ തന്നെ ചെന്നു. ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സലഫിക്ക് ഖുർആൻ അല്പമെങ്കിലും തിരിയും എന്നായിരുന്നു എന്റെ ധാരണ. അത് തിരുത്തപ്പെട്ടു. കാരണം അള്ളാഹുവിന്റെ ഖുർആനിൽ മൂസാ നബി ഒരാളെ കൊന്നത് ഖുർആനിലില്ല. ഈ മേലിൽ ഇത്തരം പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടുത്തെ സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം ഈ പ്രസംഗം കേൾക്കുക മുസ്ലിങ്ങൾ മാത്രമല്ല, മറ്റ് സഹോദര സമുദായങ്ങൾ കേൾക്കും. അവർക്ക് എന്താ തോന്നുക, ഈ മാപ്പിളാരുടെ നേതാവ് ഒരു പ്രവാചകൻ, ആളുകളെ കണ്ണടിച്ചു പൊട്ടിക്കലും അതേപോലെ തന്നെ ആളുകളെ കൊല്ലലും ഒക്കെ അഴിമതിയുടെ പരിപാടി കൊലയാളികളെയാണ് പടച്ചതമ്പുരാൻ പ്രവാചകനായിട്ട് അയച്ചത് എന്ന് അവർ ധരിക്കും. മേലിൽ അത്തരം പരാമർശം നടത്തരുത് എന്ന് പറയുണ്ടായി. അതിന് പിന്നെ മറുപടി ഒന്നും വന്ന് പറഞ്ഞിട്ടില്ല. ഇന്നേ അവരെ അപ്പോ മകൻ മരിച്ചിട്ടായാലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണുനീര് കാണണം, അത്ര ആഗ്രഹമുള്ളൂ. ഖുർആനിനെ കൊച്ചാക്കിയാലും കുഴപ്പമില്ല, ഖുർആനിനെ തകർത്താലും കുഴപ്പമില്ല, ബുഖാരിന് വെള്ളഭൂഷണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ ഖുർആൻ വിരുദ്ധമായ ഹദീസുകളെ നിങ്ങൾ സ്വീകരിക്കുകയും അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഖുർആനിനോട് യുദ്ധം ചെയ്യേണ്ടെന്ന ഗതികേട്, പ്രവാചകന്മാരോട് കുതിര കയറേണ്ടെന്ന ഗതികേട് നിങ്ങൾക്ക് വന്നു. അതിന്റെ ഫലമാണിത്. ഇനിയും നോക്കൂ. സുലൈമാൻ നബിയെ കുറിച്ച് പറയുന്നു. അന്നബി ഹുറൈറ അന്ന നബിയ സുലൈമാൻ കാന ലഹു 60 ഇംറഅതൻ. സുലൈമാൻ നബിക്ക് 60 ഭാര്യമാരുണ്ടായിരുന്നു. 4 കെട്ടിയവർക്കൊക്കെ സന്തോഷിക്കട്ടോ. കാരണം പ്രവാചകൻ സുലൈമാൻ നബിക്ക് 60 പേരുണ്ടായിരുന്നു. എവിടെയുള്ളത്? ബുഖാരിയിൽ. അസ്രായേലിന്റെ കണ്ണടിച്ചു പൊട്ടിച്ചത് എവിടെയുള്ളതെന്നറിയോ? ബുഖാരി 3407 ഹദീസാണ്. നമ്പറൊന്നും മാറൂല കേട്ടോ, നമ്പറൊന്നും മാറൂല. മുഴുവനുള്ള ബുഖാരി ആവർത്തന സഹിതം 7000 ചില്ലാനം ഹദീസുകളുള്ള ബുഖാരി നിങ്ങൾ നോക്കിയാൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ തന്നെ കാണാം. നമ്പർ പോലും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇതിന് മറുപടി പറയാൻ മറക്കരുത്. നമ്പറെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമ്പർ പോലും മാറും. അത്ര ഉത്തരവാദിത്വത്തോടെ പറയുന്നു. അപ്പോൾ സുലൈമാൻ നബിക്ക് 60 ഭാര്യമാരുണ്ടായിരുന്നു. 7469 ചുരുക്കത്തിൽ ഖുർആൻ കൈവിട്ട് കുഴിയിൽ ചാടാൻ കാരണം മറ്റൊന്നുമല്ല. ഖുർആനിനെ സാധാരണ ഒരു ഖുർആൻ ക്ലാസ് നടത്തുന്ന എന്താണ് ഒരു ആയത്ത് അങ്ങോട്ട് ഓതും. അവിടെ പറയുന്ന വിഷയവും ഈ ആയത്തും തമ്മിൽ യാതൊരു ബന്ധമുണ്ടാവില്ല. പേര് ഖുർആൻ ക്ലാസ് എന്നായിരിക്കും. അവിടെ പരാമർശിക്കുന്നത് മുഴുവനും ഹദീസുകളായി. ഒരൊറ്റ ആയത്ത് പോലും പരാമർശിക്കാത്ത ക്ലാസുകളുണ്ട്. എന്നിട്ട് മുഹമ്മദ് നബിയുടെ നാവിൽ നിന്ന് വന്നതാണ് ഖുർആനിന്റെ വ്യാഖ്യാനം എന്ന നിലക്കുള്ള ഈ ഹദീസുകൾ എന്നാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്ലാമിനോട് കൂറുള്ള, ദീനിനോട് കൂറുള്ള, ഖുർആനിനോട് കൂറുള്ള സകല സുഹൃത്തുക്കളോടും സ്നേഹത്തോടു കൂടി ഞാൻ പറയും. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കപ്പെടേണ്ടുന്ന ഗ്രന്ഥം അല്ലേ? അല്ല. ഖുർആൻ ഓൾറെഡി വ്യാഖ്യാനിക്കപ്പെട്ടതാണ്, അല്ലാഹുവിനാൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. ഇനി എന്ത് വേണ്ടോ അവനവന്റെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടണം. ഇത്രേ വേണ്ട. ഖുർആൻ വ്യാഖ്യാനിക്കാൻ നിന്നാൽ എന്താ സംഭവിക്കാന്നറിയോ? നിങ്ങളുടെ ശിക്ഷകൾക്കനുസരിച്ച് നിങ്ങളുടെ അനീഷ്ടമനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉണ്ടാകാൻ അനിവാര്യമായ അബദ്ധങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്. വ്യക്തമായി ഞാൻ പറയുന്നു, വളരെ പ്രാഥമികമായ വിവരങ്ങൾ പോലും ഖുർആൻ പരിഭാഷകർക്കില്ല എന്ന് ഞാൻ ഉത്തരവാദിത്വത്തോടെ ഞാൻ പറയുക.
യാ അയ്യുഹല്ലദീന ആമനൂ ഖുർആനിൽ ഉടനീളം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഏത് പരിഭാഷയാകട്ടെ നിങ്ങൾ വീട്ടിൽ പോയി എടുത്തു നോക്കുന്നു. എന്താ അർത്ഥം കൊടുത്തിരിക്കുന്നത്? വിശ്വസിച്ചവരെ എന്നാണ്. മുസ്ലിം എന്ന വാക്കിനുള്ള അർത്ഥം സത്യമാർഗം സ്വീകരിച്ചവൻ എന്നാണ്. പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, സ്നേഹത്തോട് ഞാൻ നിങ്ങളോട് ചോദിക്കും, അറബി ഭാഷയിൽ ഒരു വേട്, ഒരു ഫിഅല്, ആ ഫിഅലിന് രണ്ടവസ്ഥയുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത് പ്രാഥമികമായി ഞാൻ നിങ്ങളും പഠിച്ചതാണല്ലോ. ആ ഫിഅല്, ആ വേട് ഒന്നുകിൽ ലാസിമാകണം, അതല്ലെങ്കിൽ മുതഅദ്ദിയാകണം. ഇനി ഞാൻ ഇവിടുത്തെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് വരും. ലാസിം എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ പ്രവർത്തനം, കർത്താവിന്റെ ക്രിയ മറ്റുള്ളവരിലേക്ക് വിട്ടുകടക്കേണ്ടതില്ല. മുതഅദ്ദി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ക്രിയ മറ്റുള്ളവരിലേക്ക് വിട്ടുകടക്കണം. ഉദാഹരണം, ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണ് അർത്ഥം. അയാൾ ഇരുന്നു എന്ന് പറയുമ്പോൾ അയാൾ ഇരിക്കണമെങ്കിൽ മറ്റൊരാൾ വേണ്ട. അത് മുതഅദ്ദിയല്ല, ലാസിമാണ്. കർത്താവിന്റെ ക്രിയ മറ്റുള്ളവരിലേക്ക് വിട്ട് കടക്കുന്നില്ല. അതേസമയം അജലസ എന്നാണെങ്കിലോ ഇരുത്തി എന്നാണ് അർത്ഥം. ഇരുത്തണമെങ്കിൽ ഇരിക്കാൻ ഒരാൾ വേണം, ഇരുത്താൻ ഒരാൾ വേണം. അത് മുതഅദ്ദിയാണ്. ഇതേപോലെ ആമന എന്ന് പറയുന്ന വേട്, ആമന യൂമിനു ഈമാനൻ വഹുവ മുഅ്മിനുൻ, അസ്ലമ യുസ്ലിമു ഇസ്ലാമൻ വഹുവ മുസ്ലിമുൻ, അമിന യഅ്മനു അംനൻ വഹുവ ആമിനുൻ. അല്ല, സലിമ യസ്ലമു സലാമതൻ വഹുവ സലീമുൻ എന്നതല്ല. അസ്ലമ എന്ന് പറയുന്ന വേട്, അഅ്മന എന്ന് പറയുന്ന വേട് മുതഅദ്ദിയാണ്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏകാർത്ഥം മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകേണ്ടവരെ എന്ന് മാത്രമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകുന്നവൻ, സമാധാനം നൽകുന്നവൻ. ആമന യൂമിനു ഈമാനൻ വളരെ പ്രാഥമികമായിട്ടുള്ള വിവരമാണ്. അതുപോലും മനസ്സിലാക്കാനും അതുപോലും വേർതിരിച്ചറിയാൻ നമ്മുടെ പരിഭാഷകർക്കായിട്ടില്ല. ഇനിയും ഇത്തരത്തിൽ എത്ര നിങ്ങൾക്ക് കേൾക്കണം, സമയം പോരാ. ആ ഭാഗം മാത്രം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച വിഷയം എനിക്ക് പറയാൻ സാധിക്കാതെ. ചുരുക്കത്തിൽ മുഹമ്മദ് നബിയുടെ പേരിൽ കുതിര കയറുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പേരിൽ കുതിര കയറും, സുലൈമാൻ നബിയുടെ പേരിൽ അസ്രായേൽ എല്ലാവരും. അപ്പൊ മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ ഒരു ദുര്യോഗം, ഒരു ഒരു ഖേദകരമായ അവസ്ഥയിൽ എത്തിപ്പെടാൻ ഏക കാരണം ഖുർആൻ കൈയൊഴിച്ചു എന്നത് മാത്രമാണ്. ഇനി വളരെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ആർക്കും മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ. ഇതൊക്കെ എന്തുകൊണ്ട് ഇവർ ഹദീസിനെ പുലുകി? എവിടെയൊക്കെയാണ് ഖുർആനിൽ ഇവർക്ക് അബദ്ധം പറ്റിയത്? ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മോട് ചെയ്യാൻ പറയുന്ന കാര്യമുണ്ട്. അല്ലാഹു നമ്മോട് ചെയ്യാൻ ഏൽപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണത്? ഈ ഭാഗം നിങ്ങൾ എപ്പോഴും കേട്ടിരിക്കും, പക്ഷേ ഇതിന്റെ ഉള്ളടക്കം നിങ്ങൾ പലരും മനസ്സിലാക്കിയിട്ടില്ല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ സൂക്തമാണ്. നിശ്ചയം അല്ലാഹുവും അവന്റെ മാലാഖമാരും യുസല്ലൂന അലൻ നബി അവന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ ഈ സമാധാന ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ആളുകളെ സല്ലൂ അലൈഹി, നിങ്ങൾ
നിങ്ങളും അദ്ദേഹത്തിന്റെ മേൽ സ്വലാത്ത് ചെയ്യണം. നിങ്ങൾ മാത്രം ചെയ്യുന്നൊരു പണിയുണ്ട്, അത് അല്ലാഹു മലക്കുകളും ചെയ്യുന്നതല്ല. അവർ ചെയ്യാത്തൊരു പണി കൂടി നിങ്ങൾ എക്സ്ട്രാ ചെയ്യണം. അതെന്താണത്? അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ആചരണകൾ, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. സല്ലിമു സലാമ അല്ല, സല്ലിമു തസ്ലീമാ. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അല്ലാഹുവും അവന്റെ മലക്കുകളും എന്തൊരു പണിയാണോ ചെയ്യുന്നത് അപ്പണി ചെയ്യാനാണ് നമ്മളെ ഏൽപ്പിച്ചത്. ആ പണി ചെയ്യാനാണ് നമ്മളെ ഏൽപ്പിച്ചത്. മുസ്ലിം സമുദായം അതിലെ ബഹുഭൂരിപക്ഷം ഈ സൂക്തത്തിന്റെ അർത്ഥം എന്നും മനസ്സിലാകാതെ ചൊല്ലി തീർക്കുക, ചെയ്തു തീർക്കാൻ പറഞ്ഞ ഏർപ്പാട് ചൊല്ലി തീർത്തുകൊണ്ടിരിക്കുന്നു. സംശയലേശനം ഞാൻ വ്യക്തമാക്കി. ഇത് നബിയുടെ മേൽ നാം ചെയ്യേണ്ടുന്നത് മാത്രമാണോ? അപ്പോഴേ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാക്കും. നബിയുടെ പേരിൽ വിശ്വാസികളായ നാം മാത്രം ചെയ്യേണ്ടുന്ന ഏർപ്പാടാണോ? അല്ല, മറിച്ച് സാക്ഷാൽ മുഹമ്മദുർ റസൂലുള്ളാഹി തന്നെ വിശ്വാസികളായ നമ്മുടെ പേരിൽ സ്വലാത്ത് ചെയ്യേണ്ടതുണ്ട്. ധാരാ പഠിപ്പിച്ചത് ഖുർആൻ തന്നെ. ഓ പ്രവാചക, അവരിൽ നിന്ന് ആ ധനികരിൽ നിന്ന് താങ്കൾ സ്വതക്കാന്നൊക്കെ പറയുമ്പോ കുറച്ചുകൂടി നീട്ടി വലിച്ച് പറയണം. ഞാൻ ആ ഭാഗത്തിൽ തോന്നില്ല. അത് വാങ്ങണം, സ്വീകരിക്കണം. അവർ ചെയ്യേണ്ടുന്ന ആ സ്വതക്ക താങ്കൾ സ്വീകരിക്കുമ്പോൾ അത് മുഖേന അവരെ താങ്കൾ സംസ്കരിക്കുന്നു, അവരെ താങ്കൾ ശുദ്ധീകരിക്കുന്നു. ഓ പ്രവാചക, അവരുടെ മേൽ അങ്ങ് സ്വലാത്ത് ചെയ്യുകയും വേണം. അവരുടെ മേൽ അങ്ങ് സ്വലാത്ത് ചെയ്യുകയും വേണം. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി. ഓ നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ സ്വലാത്ത് ചെയ്യണം. ഈ കൽപ്പന പ്രകാരം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ചൊല്ലലാണ്, അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് ചൊല്ലലാണ് അല്ലാഹുവിന്റെ നിർദ്ദേശമെങ്കിൽ, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഉദ്ദേശം അതാണെങ്കിൽ നബിയോട് ഈ കൽപ്പിക്കപ്പെട്ട ഈ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേര് കേൾക്കുമ്പോൾ നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ അബൂബക്കർ, സ്വല്ലല്ലാഹു അലാ മൂസ, സ്വല്ലല്ലാഹു അലാ സൂഫി, സ്വല്ലല്ലാഹു അലാ മുസ്ലിം എന്ന് പറയുന്നത് ഒരു മുഹമ്മദ് നബി. ഇങ്ങനെയാണോ? ഇതാണോ ഉദ്ദേശം? അല്ല, കഴിഞ്ഞില്ല. സാക്ഷാൽ റബ്ബുൽ ആലമീൻ തന്നെ അവന്റെ മലക്കുകളും തന്നെ മുഹമ്മദ് നബിയുടെ പേരിൽ മാത്രമല്ല, നമ്മോട് ചെല്ലാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, നമ്മുടെ പേരിലും സ്വലാത്ത് ചെയ്യുന്നു. هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور. നിങ്ങളെ, ഓ വിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മേൽ അല്ലാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ലിയുഖ്രിജക്കും മിനദ്ദുലുമാതി ഇലന്നൂർ. ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഇരുളുകൾക്ക് മുഖമുണ്ട്, ഇരുളുകൾക്ക് മുഖങ്ങളുണ്ട്. ബുഖാരി ഒരു ഇരുളാണ്, മുസ്ലിം മറ്റൊരു ഇരുളാണ്, അബൂദാവൂദ് മറ്റൊരു ഇരുളാണ്, തുർമുദി മറ്റൊരു ഇരുളാണ്. ഇങ്ങനെ ഇരുളുകൾക്ക് മുഖങ്ങളുണ്ട്, വെളിച്ചത്തിന്റെ മുഖങ്ങളില്ല. ليخرجكم من الظلمات إلى الأنوار അല്ല إلى النور. ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ അല്ലാഹുവും അവന്റെ മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു.
അല്ലാഹു മുഹമ്മദ് നബിയുടെ മേലിൽ ചെയ്യണമെന്ന് നമ്മെ ഏൽപ്പിച്ച മുഹമ്മദ് നബിയോട് നമുക്ക് ചെയ്യണമെന്ന് അല്ലാഹു ഏൽപ്പിച്ച നമ്മുടെ മേലിൽ അല്ലാഹു അവന്റെ മലക്കുകളും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ആ ഏക സ്വലാത്ത് എന്താണെന്നറിയുമോ? ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മുഹമ്മദ് നബി രംഗത്തിറങ്ങുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ താങ്ങും തണലുമായി വർദ്ധിക്കണം. അഥവാ നിങ്ങൾ സ്വലാത്ത് ചെയ്തു തീർക്കണം. നിങ്ങൾ പള്ളിയുടെ ഒരു മൂലക്കിരുന്ന് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലലല്ല. ഇത് ചെല്ലാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഖുർആനിന്റെ വിരുദ്ധമായ ഹദീസുകളിലെ പഠിപ്പിച്ചു എന്റെ മേൽ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അവന്റെ മേൽ 10 സ്വലാത്ത് അല്ലാഹു ചൊല്ലും. മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം സ്വലാത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? നാദാപുരം സംവാദത്തിലെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഹുസൈൻ സലഫി പറയാണ്, മുഅ്മിനീങ്ങളെ സ്വലാത്ത് നിർബന്ധമായും ചൊല്ലിക്കൂടൂ. കാരണം സ്വലാത്ത് ചൊല്ലിയവർക്ക് ശഫാഅത്ത് കിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ ലഭിച്ചു പോകുന്നു പഴയ മുജാഹിദിന്റെ നേതാക്കന്മാരുടെ വായിൽ നിന്ന് വരാത്തൊരു ശഫാഅത്ത്. അവർ ഓടി ശഫാഅത്തിന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നു, ശഫാഅത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന സുന്നി സഹോദരങ്ങളുടെ വാദങ്ങൾക്കെതിരിൽ പഴയ മുജാഹിദ് കേൾ പറഞ്ഞിരുന്നു, ഒരു ശഫാഅത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, എല്ലാ ശഫാഅത്തും അല്ലാഹുവിൽ മാത്രം സ്വന്തമാണ്. സ്വന്തങ്ങൾ ഓതിക്കൊണ്ട് മറുപടി പറഞ്ഞിരുന്നു. പക്ഷേ മുജാഹിദ് പിന്നെ സലഫിയായി പിന്നെ പഴഞ്ചനായി മാറിയപ്പോൾ അവർക്ക് പ്രദേശത്തോട് പിന്നാലെ പോകേണ്ടി വന്നു. അങ്ങനത്തെ ദാരുണമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖുർആനിലേക്ക് തിരിച്ചു വരണം. അത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള പോംവഴി. അത് ഞങ്ങൾ കുറച്ച് ആളുകൾ ക്ഷണിച്ചു എന്ന ഒരു പുരഭിമാനം നിങ്ങളെ ബാധിക്കേണ്ടതില്ല. നിങ്ങളുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ പൊരുത്തം ആണ് എങ്കിൽ അല്ലാഹുവിന്റെ അവൻ പറഞ്ഞു വരുന്ന വിജയമാണെങ്കിൽ നിങ്ങൾ അവന്റെ ഖുർആനിലേക്ക് തിരിച്ചു. ഞാൻ ഇവിടെ തുടക്കത്തിൽ നിങ്ങളെ വിഷയം നിങ്ങൾ ഇതാ വന്നിരിക്കുന്നു. കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഗ്രന്ഥവും എന്റെ പ്രിയപ്പെട്ട ഭാഷാ പണ്ഡിതന്മാര്, എന്റെ പ്രിയപ്പെട്ട നെഹ്റുവും തിരിയുന്ന പണ്ഡിതന്മാര്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിന്റെ മുന്നിൽ മുജാഹിദിന്റെ കേട്ടോ, ജമാഅത്തെ ഇസ്ലാമിയുടെ കേട്ടോ, സുന്നി എന്ന വ്യത്യാസമില്ല കേട്ടോ, സകല ഭാഷാ പണ്ഡിതന്മാരോട് ഞാൻ ചോദിക്കുന്നു, എന്നതാണല്ലോ ഈ ഭാഷ. പക്ഷേ നിങ്ങൾ പരിഭാഷയിൽ എഴുതി വെച്ചത് എന്താണ്? വ്യക്തമായ ഗ്രന്ഥം എന്നല്ലേ. പക്ഷേ മുബീൻ എന്ന് പറയുന്ന വാക്കിന് ഏകാർത്ഥം, ഒരേ ഒരർത്ഥം വ്യക്തമാക്കുന്ന ഗ്രന്ഥം എന്നല്ലേ. അത് പ്രാഥമികമായ ഒരു ഭാഷാധ്യമല്ലേ. ഞാൻ ചോദിക്കുന്നു, എങ്ങനെ നിങ്ങൾക്ക് ഒരു ഭാഷ എഴുതാൻ സാധിച്ചു? എങ്ങനെ തെറ്റുകൾ വന്നു? കാര്യം വളരെ വ്യക്തമല്ലേ. കാരണം വളരെ ഈസിയല്ലേ. ഭാഷ അറിയാതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിൽ അബദ്ധം പിണയുക നിർബന്ധമാണ്, അനിവാര്യമാണ്. എന്നതിന് നിങ്ങൾ ഏത് പരിഭാഷ നോക്കൂ, വ്യക്തമായ ഗ്രന്ഥം അല്ല, വ്യക്തമാക്കുന്ന ഗ്രന്ഥം. വിഷയം നിങ്ങൾ ഇതാ വന്നിരിക്കുന്നു. 100 പ്രകാശം ഗ്രന്ഥം മുബീൻ, കാര്യങ്ങൾ വ്യക്തമാകുന്ന ഗ്രന്ഥം. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത? ആ ഗ്രന്ഥം ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അല്ലാഹു നിങ്ങളെ കൊണ്ടുവരുന്നു. ഈ വെളിച്ചം മുഖേന അല്ലാഹു നയിക്കുന്നു.
ചില ആളുകളെ അല്ലാഹുവിന്റെ പ്രകൃതിയോടെ അവന്റെ പൊരുത്തത്തോട് പിന്തുടർന്ന ആളുകളെ അവൻ നയിക്കുന്നു. എങ്ങോട്ട് സുബുലസലാം, രക്ഷയുടെ മാർഗങ്ങളിലേക്ക്, സമാധാനത്തിന്റെ മാർഗങ്ങളിലേക്ക്, സലാമിന്റെ മാർഗങ്ങളിലേക്ക്, ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവരുകയും ചെയ്യും. കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ സമ്മതത്തോടെ നേരെ വളവില്ലാത്ത, മുറിവില്ലാത്ത, ഒട്ടനില്ലാത്ത, ജനതാവശ്യമില്ലാത്ത, പരമ്പരയാവശ്യമില്ലാത്ത സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവൻ നിങ്ങളെ വഴി നടത്തുന്നു. മിക്ക സമയങ്ങളിലും മറ്റു ഭാഗങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പറയുന്ന ഒരു ഭാഗമാണത്. നേർക്ക് നേരെയുള്ള വളവില്ലാത്ത, തിരിവില്ലാത്ത, മുസ്തഖീം എന്ന് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇങ്ങനെ. ഇത് മുസ്തഖീമാവൂല, ഇതും മുസ്തഖീമാവൂല. മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേർക്ക് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ വാട്ടർ ലെവൽ, നേരെയുള്ള മാർഗം. ആ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ എന്നാണ് നാം അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആവശ്യപ്പെടേണ്ടത്. ദൈവം തമ്പുരാൻ അതിന് മറുപടി പറയുന്നു, ആ മാർഗം കാണിച്ചു തരുന്നു. നിശ്ചയം ഇത്. അതിന് പരിഭാഷക്കാരൊക്കെ ഒരുപോലെ അർത്ഥം എഴുതിയിരിക്കുന്നു. ഇത് എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ അതാകുന്നു സിറാത്തൽ മുസ്തഖീമൻ, എന്റെ നേർക്കുനേരെയുള്ള ചൊവ്വായ വളവില്ലാത്ത മാർഗം. ഫത്തബിഉ, നിങ്ങൾ അതിനെ പിന്തുടരുക. വലാ തത്തബിഉ സുബുൽ, മറ്റു മാർഗങ്ങളെ പിന്തുടരരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, മറ്റു മാർഗങ്ങളെ പിന്തുടർന്നാൽ നിങ്ങൾ ഭിന്ന ഭിന്നമാകും. എന്തൊക്കെ ചർച്ചയുടെ തൗഹീദൊന്നും പറയാൻ നേരില്ല. ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് പോരുമ്പോൾ 3 പ്രാവശ്യം ഇങ്ങനെ ആക്കാൻ ഇന്നയിടെ കൊടുക്കും. ജനവാദം ചുടുവെള്ളം ഒഴിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ സമുദായത്തിന് മുന്നിൽ നടന്ന പ്രസ്ഥാനമാണ് ഈ നിലക്ക് അതപ്പതിച്ചത്. കാരണം മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആനിനെ കൈവിട്ടു, ഖുർആൻ വിരുദ്ധമായ ഹദീസുകളെ പുറകെ. കാരണം മറ്റൊന്നുമല്ല. ഇനി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതന്റെ മേൽ സ്വലാത്ത് ചെയ്യണം. അന്നത്തെ വിശ്വാസികൾ ചെയ്യേണ്ടത് എന്താണ്? അന്നത്തെ മുഅ്മിനുകൾ ചെയ്യേണ്ടത് എന്താണ്? ഏതെങ്കിലും പള്ളിയിലോ ചരുവിലോ ഇരുന്നിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി ഇതാണോ? മറിച്ച് ഈ ദീനിന്റെ പ്രവർത്തന രംഗത്തെ അതിന്റെ മുൻനിരയിൽ റസൂലുള്ളാഹ് നിലയുറപ്പിക്കപ്പോ അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിങ്ങളുണ്ടാകണം. അപ്പൊ നിങ്ങൾക്ക് തോന്നും, ഒത്തിരി ആള് ഇവിടെ കൂടെ അന്നുണ്ടായിട്ട് എത്തിരിയാള് وممن حولكم من الأعراب منافقون مرضوا على النفاق ومن أهل المدينة مرضوا على النفاق لا تعلمهم نحن نعلمهم. നമ്മുടെ വിചാരം എന്താ? നബിയുടെ കൂടെ നടന്നിരുന്നവരൊക്കെ നല്ലവരാണ്. ഖുർആനാ പറഞ്ഞത് വമിമ്മൻ ഹൗലകും, ഓ പ്രവാചക, അങ്ങയുടെ കൂടെ നടക്കുന്നവരിൽ, അങ്ങയുടെ ക്ലാസുകളിൽ പങ്കെടുക്കുന്നവരിൽ മദീനക്കാരിൽ ആരുണ്ട്? റൂട്ട് കളിച്ച മുനാഫിഖുണ്ട്, റൂട്ട് കളിച്ച കപടന്മാരുണ്ട്. മറദു അലൻ നിഫാഖ്, കപടന്മാരാണവർ. നിനക്കവരെ തിരിച്ചറിയാൻ സാധ്യമല്ല. അവരെ നാം അറിയുന്നു.
അങ്ങനെ നബിയുടെ പിന്നിലും മുന്നിലും നബിയുടെ തകർച്ച, നബിയുടെ വളർച്ചയുള്ള സൂര്യകൊണ്ടവർ, നബിയുടെ തകർച്ചയിൽ ആഗ്രഹിച്ചവർ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നബിയുടെ കൂടെയുള്ള ആളുകൾ ജാഗ്രത പുലർത്തണം. നബി പ്രസംഗിക്കുമ്പോൾ, നബി ക്ലാസ് എടുക്കുമ്പോൾ, നബി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ജാഗ്രത പുലർത്തണം. നബിക്ക് താങ്ങും തണലുമായി ആളുകൾ നിൽക്കണം. നബി ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ, നബി ഇങ്ങനെ ഇസ്ലാം പ്രവർത്തനം നടക്കുമ്പോൾ പള്ളിന്റെ മൂലത്തിൽ സ്വലാത്ത് ചെല്ലാനാണോ പ്രചോ പറയുന്നത്? അല്ല, നിങ്ങളുടെ ബാധ്യതയാണിത്. അല്ല ചെയ്യാത്തൊരു പണിയാണ്. പ്രവാചകൻ റസൂലുള്ളാഹി പറയുന്നത് നിങ്ങൾ കേൾക്കണം. റസൂലുള്ളാഹി പറയുന്നത് നിങ്ങൾ കേൾക്കണം. എന്താ റസൂൽ പറയാ? റസൂൽ എന്താ പറയാ? റസൂൽ എന്താ പറയാ? വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂൽ പറയുക, അഭീഷ്ടമനുസരിച്ചല്ല ഇബ്രാഹിം നബി 3 കളവ് പറഞ്ഞു എന്ന് റസൂലുള്ളാഹിന്റെ വായിൽ നിന്ന് വരില്ല. അസ്രായീൽ തന്നെ മൂസാ നബി അടിച്ചു പൊട്ടിച്ചു എന്ന് റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് വരില്ല. എനിക്ക് തലയ്ക്ക് വഴിവില്ലാതെ 4 മാസം നടന്നു എന്ന് റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് വരില്ല. ഖുർആനിൽ നിന്ന് ആയത്തുകൾ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് വരില്ല. അന്യപുരുഷനോട് ഒരു അന്യ സ്ത്രീയുടെ ധനം ഊണ്ടിക്കുടിക്കാൻ റസൂലുള്ളാഹി പറയില്ല. وما ينطق عن الهوى إن هو إلا وحي يوحى. പ്രവാചകൻ സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ സന്ദേശമായി വഹ്യായി. എനിക്ക് സന്ദേശമായി നൽകപ്പെടുന്നത് മാത്രമേ എനിക്ക് പിന്തുടരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എനിക്ക് പറയുക സാധ്യമല്ല. അപ്പോൾ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച പണി നാം ചെയ്യാൻ വേണ്ടത് നബിയുടെ മേൽ സ്വലാത്ത് ചെയ്യണം. നബി പഠിപ്പിച്ച ദീൻ ഇന്ന് കൂടുതൽ സ്വലാത്ത് വേണ്ട സമയമാണ്. കാരണം ദീനിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ദീനിലേക്ക് പിശാചിനേക്ക് നടക്കുന്നത്. നടക്കുന്നത് കടപ്പുറത്തേക്ക് ഇറങ്ങിയാലും നിങ്ങൾ എന്തിനാ കടപ്പുറത്തേക്ക് ഇറങ്ങുന്നത്? നിങ്ങൾ എന്തിനാ കാട്ടിലേക്ക് ഇറങ്ങുന്നത്? ജനങ്ങളുള്ളോട്ട് നടന്നുകൂടെ? എന്തൊരു ശരിയാണ് സുബ്ഹാനല്ലാഹ്. കാട്ടിലിറങ്ങി വിജനമായ സ്ഥലത്തേക്ക് ഇറങ്ങി എന്തിനാണ് കൂട്ടരെ ഇതെങ്ങനെ തല്ലി തകർത്ത് നശിപ്പിച്ചത്? ഈ നാട്ടിൽ ജനങ്ങൾക്ക് കടന്നുറങ്ങാൻ പറ്റുന്നില്ല. പരസ്പരം ഉന്നത നടക്കുന്ന കളയും നടക്കുന്ന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കോടിക്കണക്കിന് പൈസ ചെലവാക്കുന്നു. എത്ര പാവങ്ങൾ പട്ടിണി തീർക്കാമായിരുന്നു, എത്ര പാവങ്ങൾക്ക് വീടില്ലാത്ത വീട് വെച്ചെടുക്കാമായിരുന്നു. ഈ കോടിക്കണക്കിന് രൂപ ഇന്നുണ്ടോ? ഇല്ലേ? ഉണ്ട്. ഓടോ വായോ കഴുത്തിൽ കൊടുങ്ങൂലേ? അടിച്ചിറക്കാമോ? എത്ര അടി അടിക്കണം? ചൂരിൽ വേണോ വേണ്ടേ? ചൂരിലേക്ക് നടക്കിയ ചില ആളുകൾ ഇങ്ങനെ അടിച്ചിറക്കാൻ. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം! ഈ നിലയ്ക്ക് അകപ്പെടുത്താൻ കാരണം ഇതാ. ഇനി നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് തുടങ്ങി പലയിടത്തും അല്ലാഹു നമ്മളെ ഇങ്ങനെ പലതും ഏൽപ്പിച്ചിട്ടുണ്ട്. കുലൂ മിമ്മാ റസഖനാകും, അല്ലെങ്കിൽ കുലൂ ഹലാലൻ ത്വയ്യിബൻ. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും. ഒരു കൽപ്പന. ഓ മുഅ്മിനുകളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയ നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. ഇവിടെ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മളെ ഏൽപ്പിച്ച പണിയാണ്. അല്ലാഹു നൽകിയ നല്ല വസ്തുക്കൾ തിന്നുക, അത് മാത്രം തിന്നുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി. അല്ലാതെ അല്ലാഹുവേ ഇന്നാ അകൽനാ മിമ്മാ റസഖ്തനാ, ഞങ്ങൾക്ക് നീ നൽകിയതിൽ നിന്ന് ഞങ്ങൾ തിന്നിരിക്കുന്നു എന്ന് പറയലാണോ? ആണോ? കുലൂ, നിങ്ങൾ ഭക്ഷിക്കുക. ഞാൻ നിങ്ങൾക്ക് നൽകിയതിലെ നല്ല നല്ല തിന്നുക. എന്താ നമ്മൾ നല്ലത് നല്ലത് തിന്നാതെ അല്ലെങ്കിൽ തിന്നിട്ടേ അല്ലാഹുമ്മ ഇന്നാ അക്കൽനാ മിമ്മാ റസഖ്തനാ എന്ന് പറയലല്ല. ഇതേപോലെ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി എന്ന് പറഞ്ഞാൽ സ്വലാത്ത് ചെയ്യാൻ വേണ്ടത്
അത് ചൊല്ലിയത് പ്രഖ്യാപിക്കലല്ല, ചൊല്ലലുമല്ല. ഇനി ഇതേപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാം, ഒരുപാട് പഠനം. അപ്പൊ അല്ലാഹു നമ്മുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, പ്രവാചകൻ നമ്മുടെ മേൽ സ്വലാത്ത് ചെല്ലേണ്ടതുണ്ട്, വിശ്വാസികൾ നബിയുടെ മേൽ സ്വലാത്ത്. ഇനി ഖുർആൻ മനസ്സിലാക്കാൻ ശ്രമിച്ച ചിലർക്ക് മാറ്റിയ ചിലർക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഖുർആൻ പഠിക്കാൻ ശ്രമിച്ച ചിലർക്ക് ഉണ്ടായ മാറ്റങ്ങൾ. ബഹുമാന്യനായ യശസ്വരീനായ CM അഹ്മദ് മൗലവി അദ്ദേഹം ഖുർആനിന് വിരുദ്ധമായ ഒരുപാട് ഹദീസുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം നേരത്തെ എഴുതിയ പരിഭാഷയടക്കമുള്ള ഗ്രന്ഥത്തെ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളെ അതിൽ എഴുതിപ്പോയ അബദ്ധങ്ങളെ കുറിച്ച് ഖേദിച്ചുകൊണ്ട് മരണത്തിന്റെ ഏതാനും 4 മാസം മുൻപ് ഒരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയും. ഒന്ന് ഖുർആനും ഹദീസും ഇസ്ലാം ചരിത്രവും ഞാൻ ശ്രദ്ധിച്ചു പഠിച്ചപ്പോൾ ഇന്ന് പ്രചാരത്തിലുള്ള മതത്തിന് അതുമായി ഒരു ബന്ധവുമില്ല, അത് തുറന്നു പറയാൻ ആളുമില്ല. തുറന്നു പറയുമ്പോൾ മറ്റുള്ളവരുടെ അതൃപ്തി സമ്പാദിക്കേണ്ടി വരുമല്ലോ. ചന്ദ്രമാസ നിർണയം പേജ് 5. ഒന്നുകൂടി, മുസ്ലിങ്ങൾ ഇന്ന് വെച്ചു പുലർത്തിപ്പോരുന്ന വിശ്വാസാചാരങ്ങളിൽ 50% ഖുർആനിലെ പച്ച പരമാർത്ഥങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. എത്രയാണ്? 5%, 50%, നേർക്ക് നേരെ പകുതി. മുസ്ലിങ്ങൾ ഇന്ന് വെച്ചു പുലർത്തിപ്പോരുന്ന വിശ്വാസാചാരങ്ങളിൽ, ആചാരങ്ങൾ മാത്രമല്ല വിശ്വാസങ്ങളിൽ പോലും 50%-എങ്കിലും ഖുർആനിലെ പച്ച പരമാർത്ഥങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. ഈ പുസ്തകം പേജ് 7. ഇനി സാക്ഷാൽ അബ്ദുസ്സലാം സുല്ലമി എടവണ്ണ അദ്ദേഹം പറയും, ഖുർആനിന്റെ ഈ പ്രത്യേക സംരക്ഷണം ഒരു ഹദീസ് ഗ്രന്ഥത്തിനും അല്ലാഹു നൽകിയിട്ടില്ല. അതിനാൽ അവയിലെല്ലാം തന്നെ പിഴവുകളും വൈരുദ്ധ്യങ്ങളും കാണാം. അൻവാറുൽ ഖുർആൻ അദ്ദേഹത്തിന്റെ പരിഭാഷയാണ്. 2ാം വാല്യം 798 പേജ്. വീണ്ടും അതിൽ തന്നെ ഖുർആൻ കൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് ഉന്നതിയും ശ്രേഷ്ഠതയും ലഭിക്കുക. അൻവാറുൽ ഖുർആൻ അബ്ദുസ്സലാം സുല്ലമി എടവണ്ണ 3ാം വാല്യം 1052 പേജ്. ഖുർആൻ പ്രമാണമാക്കി ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് മാത്രമാണ് പരലോകത്ത് ജീവിത വിജയം ലഭിക്കുക. 3ാം വാല്യം 1094. ലോകത്ത് സംശയത്തിന് പ്രവേശനമില്ലാത്ത ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. ഈ സത്യം ആരെയും ഭയപ്പെടാതെ നാം പറയണം. 3ാം വാല്യം 1153. മുഹമ്മദ് നബിയെ സിഹ്ർ ബാധിച്ചുവെന്ന് പറയുന്നവർ അക്രമികളാണ്. ഇത് നേരത്തെ പറഞ്ഞത് നമ്മളാണ്. നേരത്തെ തന്നെ വർഷങ്ങൾക്ക്, പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഗ്രന്ഥം എഴുതിയതും ഖുർആൻ പ്രസ്ഥാനക്കാരാണ്. ഇപ്പോൾ കുറച്ചു നേരത്തെ ഇവിടെ പ്രസംഗിച്ചതും ഖുർആൻ പ്രസ്ഥാനമാണ്. പക്ഷേ ഈ വരി സാക്ഷാൽ സലാം സുല്ലമിയുടേതാണ്. മുഹമ്മദ് നബിക്ക് സിഹ്ർ ബാധിച്ചുവെന്ന് പറയുന്നവർ അക്രമികളാണ്. 3ാം വാല്യം 1187. അപ്പോ ആ ഗണത്തിൽ ആരൊക്കെ ഇത് പറയുന്നു അവരൊക്കെ അക്രമിയാണ്. കഴിഞ്ഞില്ല. പ്രവാചകന്മാർക്ക് സിഹ്ർ ബാധിക്കുമെന്ന് പറഞ്ഞിരുന്നത് സത്യനിഷേധികളാണ്. സലാം സുല്ലമി 3ാം വാല്യം 1234. അപ്പോ
ഈ പറഞ്ഞതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുജാഹിദുകളും ബുഖാരിയും മുസ്ലിമും ഒക്കെ ആരാകും എന്ന് നിങ്ങൾ സ്വൈരമായി സാവധാനത്തിൽ ചിന്തിക്കുക. ഇനി ഇപ്പോൾ ഖുർആനിന്റെ ചലനങ്ങൾ അതൊരു വലിയ സംഭവമാണല്ലോ. ആ പഠനങ്ങളും ഗവേഷണങ്ങളും അതുമായുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലർക്കും ബോധ്യപ്പെട്ടു വരുന്നു ഇന്ന് നിലവിലുള്ള പലതും പൊളിച്ചെഴുതേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ 24-ാം തീയതി മാധ്യമത്തിൽ അതിന്റെ 15-ാം പേജിൽ നമ്മുടെ എറണാകുളത്ത് വെച്ച് നടന്ന ഒരു സെമിനാറിനെ കുറിച്ചുള്ള ഒരു വാർത്തയുണ്ടായി. ആ വാർത്തയിൽ പ്രസിദ്ധ പണ്ഡിതനും മാധ്യമം എഡിറ്ററുമായ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞിരിക്കുന്നു, നിലവിലുള്ള ശരീഅത്തിൽ ഇസ്ലാമിന് നിരക്കാത്ത പലതും ഉണ്ട്, ഇസ്ലാമുമായി ബന്ധമില്ലാത്ത പലതും ഉണ്ട്, ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് അത് നിലനിൽപ്പുള്ളതല്ല, അത് മാറ്റി എഴുതേണ്ടതുണ്ട്. എന്താ പറഞ്ഞത്? നിലവിലുള്ള ശരീഅത്തെ മാറ്റണം, അത് മാറ്റി എഴുതണം, അതിൽ ഇസ്ലാമിന് നിരക്കാത്ത പലതും ഉണ്ട്. മാധ്യമ പത്രം 24-ാം തീയതി കഴിഞ്ഞ 24 അഥവാ മാർച്ച് 24-ാം തീയതി 15-ാമത്തെ പേജ്. ഇത് ഒരു 10-60 വർഷം മുൻപ് ഖുർആൻ പ്രസ്ഥാനം പറഞ്ഞു. ഇസ്ലാമിന്റെ ശരീഅത്ത് എന്ന പേരിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ശരീഅത്ത് ഇസ്ലാമിന് വിരുദ്ധമാണ്. പേരക്കൾക്കുള്ള സ്വത്ത് വിഹിതമടക്കമുള്ള പല അശാസ്ത്രീയവും അതിക്രൂരവുമായ പല നിയമങ്ങളും അതിലുണ്ട്. ഖുർആനിന് അനുസൃതമായി ഖുർആനിന്റെ നീതിശാസ്ത്രത്തിനോട് നീതിയോടും അതേപോലെ തന്നെ അതിന്റെ മുഖ്യതയോടും ഖുർആനിന്റെ മൂല്യത്തോടും യോജിപ്പിച്ചുകൊണ്ട് അതിനെ മാറ്റി എഴുതണം എന്ന് 10-60 വർഷങ്ങൾക്ക് മുൻപ്, പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഖുർആൻ പ്രസ്ഥാനം വാദിച്ചു വരുന്നതാണ്. അതിൽ കഴമ്പുണ്ട് എന്ന് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നവരും വർത്തമാനകാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നവരും ആലോചിക്കുന്നവരും പത്രപ്രസ്താവന പുറപ്പെടുവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. ഇനി ഒരു ചെറിയ ഒരു ചോദ്യം ഈ കേൾക്കുന്ന ഇതിന്റെ സകല സുഹൃത്തുക്കളോടും സാധാരണക്കാരോടും പണ്ഡിതന്മാരോടും എല്ലാവരോടും സ്നേഹത്തോടെ ഒരു ചോദ്യം. സാധാരണ നമ്മൾ പറയാറുള്ളത് ഖുർആനിന്റെ വ്യാഖ്യാനമാണ് ഹദീസുകൾ. ആ ഹദീസിന്റെ കൂട്ടത്തിൽ ഉന്നത ശ്രേണിയിലുള്ള ഗ്രന്ഥമാണ് ബുഖാരി. ബുഖാരിയിൽ ഒരു കാര്യമുണ്ടായി കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചോദ്യം ചെയ്യേണ്ടതില്ല എന്നതൊക്കെയാണ് നിലവിലുള്ള കാഴ്ചപ്പാട്. അതേപോലെ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് ഹദീസ് എന്ന ഒരു ചിന്തയും ആ ഒരു വിശ്വാസവും നിലവിൽ. അത് ശരിയാകണമെങ്കിൽ നേരത്തെ ഞാൻ പരാമർശത്തിൽ ഉൾപ്പെടാത്തതുമായ ചില കാര്യങ്ങൾ. ഉദാഹരണം, ഇബ്രാഹിം നബി 3 കളവ് പറഞ്ഞു എന്നത് ഖുർആനിലെ ഏത് ആയത്തിന്റെ വ്യാഖ്യാനമാണ്? നബി കുടുംബത്തിന് സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ല എന്നത് ഏത് ആയത്തിന്റെ വ്യാഖ്യാനമാണ്? അങ്ങനെയുണ്ട്. മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ല. സത്യത്തിൽ നബി കുടുംബത്തിനോട് അങ്ങേയറ്റത്തെ ദേഷ്യമുള്ള അമർഷമുള്ള ഒരു വിഭാഗം ആളുകൾ പടച്ചുവിട്ടതാണ്. എങ്ങനെയെങ്കിലും പട്ടിണി കിടന്ന് ചാവട്ടെ എന്ന് കരുതി. ഇനി അത് പാടില്ല എന്ന് സമർത്ഥിക്കാൻ ഉണ്ടാക്കിയ കലട പോലെ കേൾക്കണോ നിങ്ങൾക്ക്? എന്റെ കുടുംബക്കാര് സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ല. കാരണം സക്കാത്ത് എന്നത് ധനികന്മാരുടെ ധനത്തിന്റെ വസഹാണ്, ചേറും ചളിയും. ധനികന്മാരുടെ ധനത്തിന്റെ ചേറും ചളിയുമാണ്. ആ ചേറും ചളിയും എന്റെ കുടുംബം, എന്റെ കുടുംബം തിന്നാൻ പാടില്ല. ഇങ്ങനെയാണോ? മുഹമ്മദ് നബിയുടെ കുടുംബം തിന്നാൻ പാടില്ല, മറ്റു കുടുംബത്തെ തിന്നോട്ടെ. ഇങ്ങനത്തെ ഒരു മേൽക്കോയ്മ, ഇങ്ങനത്തെ ഒരു നമ്പൂരി സിദ്ധാന്തം, ഒരു ബ്രാഹ്മണ സിദ്ധാന്തം ഇസ്ലാമിലുണ്ടോ? ഉണ്ടോ?
വർണ്ണത്തിന്റെ, ഭാഷയുടെ, ദേശത്തിന്റെ, തറവാടിന്റെ യാതൊരു മഹിമയും പറയപ്പെടാൻ പറ്റുന്നതല്ല. അതിന്റെ പേരിൽ യാതൊരു അഹങ്കാരവും പാടില്ല എന്ന് ലോകത്തിന് തന്നെ ഒരു മെസ്സേജായി പഠിപ്പിച്ച യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. ഓ മനുഷ്യരെ, നിങ്ങൾ വ്യത്യസ്ത ജാതിയും ഗോത്രവും വർണ്ണവും വർഗവും മക്കളുമൊക്കെ യായിട്ടുള്ളത് അങ്ങനെയൊക്കെ ആക്കിയാണത് അഹങ്കരിക്കാനല്ല, അഹങ്കരിക്കുവാനല്ല, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ വർണ്ണത്തിന്റെ, വർഗത്തിന്റെ, ഭാഷയുടെ, ദേശത്തിന്റെ, നിറത്തിന്റെ ഒന്നും പേരിൽ, ഗോത്രത്തിന്റെ, തറവാടിന്റെ പേരിൽ അഹങ്കരിക്കാൻ പാടില്ലെന്ന് ലോകത്തിനോട് പറഞ്ഞ ഖുർആൻ, ആ മെസ്സേജ് ലോകത്തിന് കൈമാറിയ മുഹമ്മദ് റസൂലുള്ളാഹി പറയോ, എന്റെ കുടുംബം തങ്ങൾ കുടുംബം ധനികന്മാരുടെ ധനത്തിന്റെ ചേറും ചെളിയുമായ അത് തിന്നാൻ പാടില്ല എന്നത് പറയില്ല, ഉറപ്പാണ്. അപ്പൊ പിന്നെ നച്ചിക്കൊല്ലാൻ സാധിക്കാതെ വന്നപ്പോൾ നച്ചിക്കൊല്ലാന്ന് കേട്ടില്ലേ? മുഹമ്മദ് നബിയുടെ കുടുംബങ്ങളെ ദ്രോഹിക്കണം എന്ന് പറഞ്ഞാൽ ആരും കേൾക്കൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാ? അവരെന്ന് പറഞ്ഞാൽ വലിയ സാധനമാണ്, വലിയ കുടുംബമാണ്, അവര് നമ്മുടെ സക്കാത്തൊന്നും സ്വീകരിക്കാൻ മാത്രം ശരിയവരല്ല അവര്. അതുകൊണ്ട് അവർക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല, അവർക്ക് വാങ്ങാനും പാടില്ല എന്ന ഹദീസ് ഏത് ആയത്തിന്റെ വ്യാഖ്യാനമാണ്? ഉമ്മു ഹറാമി എന്ന ഒരു പെമ്പറന്നോളുടെ മടിയിൽ മുഹമ്മദ് നബി തലവച്ച് കിടന്നുറങ്ങി. അവൾ തേൻ നോക്കിക്കൊടുത്തു. അവൾ നബിക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ബുഖാരിയിൽ 6 സ്ഥലത്താണുള്ളത്. 6 സ്ഥലത്ത്. എന്നാ ഇയാൾക്ക് ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞു പോയാൽ മതി. കാരണം ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് ഒരു ഗുണം അതുകൊണ്ടില്ലല്ലോ, ഒരു മാതൃക അതിലില്ലല്ലോ. മാതൃക ഉണ്ടാവണം എന്ത് വേണം? നമ്മൾ ഓരോരുത്തരും ഓരോ അന്യ പെണ്ണുങ്ങളെ പോയി മടിയെ പോയി കിടന്നുറങ്ങണം, എന്നിട്ട് അവളെ നോക്കി തരണം. അത് നമ്മൾ ചെയ്യുമ്പോഴേ മാതൃക ഉണ്ടാവുള്ളൂ, അല്ലാതൊരു മാതൃക അതിലില്ല. അങ്ങനത്തെ ആ ഒരു ഹദീസ് 6 സ്ഥലത്താ ബുഖാരിയിലുള്ളത്. ഉമ്മു ഹറാമി എന്ന പെണ്ണിന്റെ മടിയിൽ തലവച്ച് കിടന്നുറങ്ങി. അവൾ നബിക്ക് പേൻ നോക്കിക്കൊടുത്തു. അന്യ പെണ്ണ് എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ബിന്ദു മിൽഹാൻ, മിൽഹാന്റെ പുത്രി, ഉബാദത്തിന്റെ കീഴിലുണ്ടായിരുന്ന സ്ത്രീ. നബിയുമായി ഒരു നിലക്കുള്ള കുടുംബബന്ധവുമില്ല. കുടുംബബന്ധം ഉണ്ടെന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചവർ കുടുങ്ങിപ്പോയി. അങ്ങനെ ഇപ്പൊ പറയുന്നില്ല. അത് ഏത് ആയത്തിന്റെ വ്യാഖ്യാനം? ഖുർആൻ സമ്പൂർണ്ണമല്ല എന്ന് ഞാൻ ബുഖാരിയുടെ റിപ്പോർട്ട് ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചു. അത് ഏത് ആയത്തിന്റെ വ്യാഖ്യാനം? ആയിഷ ബീവിക്ക് 6 വയസ്സുള്ളപ്പോൾ മുഹമ്മദ് നബി അവരെ വിവാഹം കഴിക്കുകയും അവർക്ക് 9 വയസ്സുള്ളപ്പോൾ 53 വയസ്സുള്ള പ്രവാചകൻ അവരുമായി ലൈംഗിക ബന്ധം തുടങ്ങുകയും ചെയ്തു എന്ന് ബുഖാരിയിൽ. ഇത് ഏത് ആയത്തിന്റെ വ്യാഖ്യാനമാണ്? മൂസാ നബി അസ്രായീലിനെ കണ്ണടിച്ചു പൊട്ടിച്ചു എന്നത് ഏത് ആയത്തിന്റെ വ്യാഖ്യാനമാണ്? സുലൈമാൻ നബിക്ക് 60 ഭാര്യമാരുണ്ടായിരുന്നു എന്നത് ഏത് വ്യാഖ്യാനമാണ്? ഇത്രയേ ചോദിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് അവസരം ഉണ്ടായാൽ, അല്ലെങ്കിൽ അവസരം ഉണ്ടാക്കിയാൽ ഇനിയും ചോദ്യങ്ങൾ വരും, ഇനിയും പരാമർശങ്ങൾ ഏറെ ഉണ്ടാകും. ഇതൊന്നും ആരെയും ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ സമുദായത്തിന്റെ മുന്നിൽ നടന്ന ഒരു പ്രസ്ഥാനം ശിർക്കിനെതിരെ, ഖുറാഫാത്തുകൾക്കെതിരെ, വിദ്അത്തുകൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി മാറാൻ കാരണം എന്ത്, അതിനുള്ള ചികിത്സ എന്ത് എന്നതിനെ കുറിച്ചുള്ള ഒരു പരാമർശവും ഒരു ചർച്ചയും മാത്രമാണ് ഇവിടെ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദര സ്നേഹത്തോടുകൂടി സകല സഹോദരന്മാരോടും പറയുന്നു, എല്ലാവരോടും പറയുന്നു, നമ്മുടെ ഇമാമ ഖുർആനാണ്. കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്ന ഒരു ഇമാമ്, ആ ഇമാമ് ഖുർആനാണ്. ആ ഖുർആനിന്റെ പ്രത്യേകത അതിന്റെ പിന്നിലൂടെ, അതിന്റെ മുന്നിലൂടെ യാതൊരു വരികയില്ല.
അതിലൂടെ ന്യായം തീർക്കാൻ അതിൽ ആർക്കും സാധ്യമല്ല. അതിലുള്ളത് വലിക്കുവാൻ ഇല്ലാത്തത് തീർക്കുവാൻ ആർക്കും സാധ്യമല്ല. അതിന്റെ സുരക്ഷിതത്വം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റെടുത്തതാണ്. ആ ഇമാമിനെ മാതൃകയാക്കി അതിന്റെ കാര്യങ്ങൾ സ്വീകരിച്ച് അതിന്റെ പ്രചാരണവും ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ആളുകളായി മാറണം എന്ന് ഖുർആനിന്റെ പേരിൽ ഏവരെയും ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് അവന്റെ യഥാർത്ഥ തെറ്റുപറ്റാത്ത ഗ്രന്ഥം, ലോകത്തിന് സമാധാനം നൽകുന്ന ഗ്രന്ഥം, സർവ്വ സമൂഹങ്ങളോടും സമുദായങ്ങളോടും സംസാരിക്കുന്ന ഗ്രന്ഥം, മുസ്ലിങ്ങളോട് മാത്രം സംസാരിക്കുക, ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയോട് മാത്രം സംസാരിക്കുക, ഏതെങ്കിലും ഒരു പ്രത്യേക നാട്ടുകാരോട് മാത്രം സംസാരിക്കുക എന്ന കുടുസായ സങ്കുചിതമായ സ്ഥിതി ഒരു വിശേഷണം അതിനില്ല, ഒരു സ്വഭാവം അതിനില്ല. മനുഷ്യരേ എന്നാണ് അതിന്റെ ക്ഷണം, അതിന്റെ വിളി, അതിന്റെ അഭിസംബോധന ശൈലി. അങ്ങനെ ലോകത്തിന് അകമാനമാനം മെസ്സേജായ ദൈവം തമ്പുരാന്റെ, ഈശ്വരന്റെ, സർവേശ്വരന്റെ മെസ്സേജായ ആ ഖുർആൻ അംഗീകരിക്കുവാനും ആ ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കണം. നമ്മൾ ഈ സമൂഹത്തിന് മാതൃകയാകണം. നമ്മളെ കൊണ്ടുള്ള സകലവിധ സ്വാരസ്യങ്ങളും സഖ്യങ്ങളും ഇല്ലാതെയാകണം. നമ്മൾ മണ്ണിൽ നടക്കാൻ പ്രാപ്തരാകണം. അതിന് ഖുർആൻ സ്വീകരിക്കുകയല്ലാതെ, ഖുർആനിനെ മുന്നിൽ നിർത്തുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഈ ശബ്ദം ശ്രവിച്ച എല്ലാ സഹോദര സഹോദരിമാർക്കും ഈശ്വരൻ സർവ്വവിധ അനുഗ്രഹവും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശബ്ദത്തിന് തൽക്കാലം വിരാമം നൽകുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.